ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലൽഭാനുദീപം ശശ്വൽ സന്തുഷ്ട സംരക്ഷകമഖില ജഗദ്ഭ്രാന്തിനാട്യം വിദത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശകാൻ വാസനാഗാനസക്രാൻ ജീവഛാത്രാൻ മുകുന്ദ സ്വയമഭിരമദേ ക്രീഡയൻ സ്വസ്തു ഭുക്തി ശീർഷായ നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൃഥു അവതാരത്തിൽ സനകാദികളുടെ അനുഗ്രഹമൊക്കെ കേട്ട് സന്തോഷിച്ചു നിൽക്കുന്നതായ പൃഥു ചക്രവർത്തി ഗുരുവായൂരപ്പനും ഇവിടെ പഞ്ചമസ്കന്ധത്തിൽ 25, 26 അധ്യായങ്ങളെ പഞ്ചമസ്കന്ധത്തിൻ്റെ സമർപ്പണത്തിന് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കാം. ഹരേ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ പഞ്ചവിംശോധ്യായ. ശ്രീശുക ഉവാച തസ്യ മൂലദേശേ ത്രിംശദ്യോജനസഹസ്രാന്തരാസ്തേയ വൈകലാത് ഭഗവതസ്താമസേ സമാഖ്യാനന്ദ ഇതി സാത്വിരീയാ ദൃഷ്ടദൃശ്യയോ സംഘർഷണമഹമിത്യാഭിമാനലക്ഷണം യം സംഘർഷണമിത്യാചക്ഷതേ. ഗുരുവായൂരപ്പ യസ്യേദം ശ്രീമണ്ഡലം ഭഗവതോനന്തമൂർത്തേ സഹസ്രശിർഷ ഏകസ്മിന്നേവ ശീർഷണേ ധ്രിയമാണം സിദ്ധാർത്ഥൈവ ലക്ഷ്യതേ. യസ്യ വായിദം കാലോപസംജിഹീർഷതോമർഷവിരജിതരുചിരഭ്രമദ്രോരന്തരേണ സാങ്കർഷണോ നാമ രുദ്ര ഏകാദശവ്യോഹസ്തേക്ഷശ്രീശിഖം ശൂലമുത്തംബയന്നുദതിഷ്ഠതേ. യസ്യാംഗ്രികമലയുകളാരുണ വിശദനഖമണിഷണ്ഡ യസ്യാംഗ്രികമലയുകളാരുണ വിശദനഖമണിഷണ്ഡമണ്ഡലേഷു അഹിപദയസാ സാത്വർഷഭൈരേകാന്തഭക്തിയോഗേന അവനമന്ത സ്വവദനാനി പരസ്പരൽ കുണ്ഡലപ്രഭാമണ്ഡിതകണ്ഠസ്ഥലാന്യതിമനോഹരാണി പ്രമുദിതമനസക്കൽ വിലോകയന്തി. യസ്യൈവ ഹി നാഗരാജകുമാര്യ ആശാശാസനാശ്ചാർവാംഗവലയ വിലസിത വിശദ വിപുലധവള സുഭഗരുചിര ഭുജരജസ്തംഭേഷു ഗുരുചന്ദന കുങ്കുമ പങ്കാനുലേപേന അവലിംബമാന തദഭിമർശോന്മതിരഹൃദയമകരത്തുജാവേശരുചിരലളിതസ്മിതാസ്തദനുരാഗമദമുദിത വിദുർവിഘോർണിതാരുണകരുണാവലോകനയനവദനാരവിന്ദം സവ്രീഡം കില വിലോകയന്തി. സ ഏവ ഭഗവാനനന്ദോനന്ദഗുണാർണവാദിദേവോപസംഹൃതാമർഷരോഷവേഗോ ലോകാനാം സ്വസ്തയാസ്തേ. ധ്യായമാനസുരാസുരോരകസിദ്ധഗന്ധർവവിദ്യാധനമുനിഗണേരാനവരതമദമുദിത വികൃത വിഖുലലോചന സുലളിതമുഖരികാമൃതേന അപ്യായമാന സ്വഭാഷവിബുധയോദ്ധപദേന പരിമ്ലാനരാഗ നവതുളസികാമോദ
മോദമധ്വാസവേന മാദ്യന്മധുകരവ്രാതമധുരഗീതശ്യം വൈജയന്തീം സ്വാംബരമാലാം നീലവാസ ഏകകുണ്ടലോഹലകബുധീകൃത സുഭഗസുന്ദരഭുജോ ഭഗവാൻ മാഹേന്ദ്രോ വാരണേന്ദ്രൈവ കാഞ്ചനീം കക്ഷാമുദാരലീലോ ബിഭർത്തി ഗുരുവായൂരപ്പ യേഷേവ മനുശ്രുതോ ധ്യായമാനോ മൗക്ഷുണാമനാദികാലകർമ്മവാസനാഗ്രേതിരവിദ്യാമയം ഹൃദയഗ്രന്ഥിം സത്വരജസ്തമോമയമന്തർഹൃദയം ഗത ആശു നിർപ്പിനത്തി തസ്യാനുഭാവാൻ ഭഗവാൻ സ്വയംഭോ നാരദസാധും വൃണാസഭായാം ബ്രഹ്മണ സംശ്ലോകയാമാസ ഉത്പത്യസ്ഥിതിലയഹേതവോസ്യ കൽപാ സത്വാദ്യാ പ്രകൃതിഗുണായ ദീക്ഷയാസൻ യദ്രോപം ദ്രോമകൃതം യദേകമാത്മന്നാഥാൽ കഥമുഹവേദ തസ്യ കവത്മാ മൂർത്തിം ന പുരുകൃപയാ ബഭാരസത്വം സംശുദ്ധം സദസദിതം വിഭാതിയത്ര യല്ലീലാം മൃഗവതിരാധതേന വദ്യാമാദാതും സ്വജനമനാം സുധാരവീര്യാം യന്നാമശ്രുതമനുകീർത്തയേദകസ്മാദാർത്തോ വാ യദി പരിതത്പ്രലംബനാദ്വാ ഹന്യം ഹസ്തപതിനൃണാമശേഷമന്യം കം ശേഷാൽ ഭഗവദാശ്രയേൻ മുമുക്ഷു ഗുരുവായൂരപ്പ മൂർധന്യർപ്പിതമണുവത്സഹസ്രമൂർധ്നോ ഭൂഗോളം സഗിരിസരിൽ സമുദ്രസത്വം ആനന്ദ്യാദനിമിത വിക്രമസ്യ ഭൂന്നക്കോ വീര്യാണ്യധിഗണയേൽ സഹസ്രജിഹ്വാ ഏവം പ്രഭാവോ ഭഗവാനനന്ദോ ദുരന്തവീര്യോരുഗുണാനുഭാവ മൂലേ രസായാസ്താത്മതന്ത്രോ യോ ലീലയാക്ഷ്മാം സ്ഥിതയേ ബിഭർത്തി യഥാ ഹ്യേവേഹ നൃപിരുഗന്ധവ്യാഗതയോ യഥാ കർമ്മ വിനിർമ്മിത യഥോപദേശമനുവർണിതാ കാമാൻ കാമയ ഏതാവതേർഹിരാജൻ പുംസ പ്രവൃത്തിരക്ഷണസ്യ ധർമ്മസ്യ വിഭാഗകതയൗച്ചാവജാ വിസദശാ യഥാ പ്രശ്നം ആചക്യേ കിമന്യൽ കഥയാമൈതി ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ഭൂവിവരവിദ്യുവർണ്ണനം നാമ പഞ്ചവിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി. രാജോവാച മഹർഷയതദ്വൈചിത്രം ലോകസ്യ കഥമിതി ഋഷിരുവാച ത്രിഗുണത്വാൽ കർത്തൃശ്രദ്ധയാ കർമ്മകതയാ പൃഥഗ്വിധാ സർവാ ഏവ സർവസ്യ താരതമ്യേന ഭവന്തി അതേതാനീം പ്രതിരക്ഷണസ്യ ധർമ്മസ്യ തദൈവ കർത്തൃശ്രദ്ധായ വൈസാദൃശ്യ കർമ്മഫലം വിസദൃശം ഭവതി യാഹ്യനാദ്യവിദ്യാ കൃതകാമാനാം തൽപരിണാമലക്ഷണാ ശ്രദ്ധയ സഹസ്രശ പ്രവൃത്താസ്താസാം ചാചുര്യേണ അനുവർണയിഷ്യാമ. രാജോവാച നരക നാമ ഭഗവൻ കിം ദേശവിശേഷാദപാ ബഹിസ്ത്രോക്യാഹോസ്യുരന്തരാളൈതി. ഋഷിർവാച അന്തരാളയവത് ജഗത്യാസ്തു ദിശി ദക്ഷിണസ്യാമതസ്ഥാൽ ഭൂമേരുപരിഷ്ടാച്ച ജലാദ്യസ്യാമഗ്നേഷ്വാത്താദയ പിതൃഗണാ ദിശി സ്വാനാം ഗോത്രാണാം പരമേണ സമാധിനാ സത്യായ വാശാസനാ നിവസന്തി. യത്ര വാ ഭഗവാൻ രാജോ വൈവസ്വതസ്വയം പ്രാപിതേഷു പുരുഷേർജന്തുഷു സംപ്രേതേഷു യഥാ കർമാപദ്യം ദോഷമേവാനുല്ലംഘിത ഭഗവച്ഛാസന സഗനോദമന്ധരേതി തത്ര ഹേകേ നരകാനേകവിംശതിം ഗണയന്തി അതാംസ്തേ രാജൻ നാമരൂപലക്ഷണതോ അനുക്രമിഷ്യാമസ്താമിശ്രോന്തതാമിശ്രോരോ മഹാരൗരവ കുംഭീഭാഗ കാലസൂത്രമസിപത്രവനം അസിപത്രവനം സൂകരമുഖമന്തകോപാക്രിമേ ഭോജനം സന്തം സപ്തസൂർമി വജ്രകണ്ഠകശാൽമലി വൈതരണി ഭൂയോധ പ്രാണരോധോ വിശാസനം ലാലാപക്ഷ സാരമേയാദാനമവീചിരായ്പാനിമിതി കിഞ്ചാരകർത്തുമോ രക്ഷോകണഭോജന ശൂലപ്രോധോ ദന്തശുകോവട നിരോധന പര്യാവർത്തന സൂചിമുഖമിത്യഷ്ടാവിംശതിർനരക വിവിധയാതനാ ഭൂമയാ തത്രേസ്തു പരവിത്താപത്യകളത്രാണ്യവഹൃദേ സഹി കാലവാസവദ്വയമപുരുഷേരാതിഭയാനകേസ്തിക്താമിശ്രേ നരകേ ബലാം നിവാര്യതേ അനശനാനുദപാനദണ്ഡതാടന സംദർദനാദിഭിര്യാതനാഭിര്യാത്യമാനോ ജന്തുര്യത്ര കശ്മലമാസാദിന ഏകദൈവ മൂർച്ഛാമുപയാദിതാമിശ്രപ്രായേ ഏവമേവാന്ധതാമിശ്രേ യസ്തു വഞ്ചയിത്വാ പുരുഷം ധാരാദേനുപയുക്തേ യത്ര ശരീരേ നിപാത്യമാനോ യാതനാസ്തോ വേദനയാ നഷ്ടമതിർനഷ്ടദൃഷ്ടിശ്ച ഭവതി യഥാ വനസ്പതി പ്രസ്യമാനമൂലസ്തസ്മാദന്ധതാമിശ്രം തമുപദിശന്തി യസ്യവായതദഹമിതി മമേദമിതി ഭൂതദ്രോഹേണ കേവലം സുകുടുംബമേവാനുദിനം പ്രപുഷ്ണാദി സതരിഹായ സ്വയമേവ തദശ്വേന രൂർവേ നിപതതി യദേവാമുനാവിഹിംസിതാജന്വപരത്രായതയമയാതനാമുപഗതം തയേവ രൗരവോ ഭൂത്വാ തഥാ തമേവ ഹിംസന്തി തസ്മാദ്യൗരവമിത്യാഹൂരുരുരിതി സർപ്പാദിക്രൂരസത്വസ്യാപദേശാം ഏവമേവ മഹാരൗരവോ യത്ര നിവദനം പുരുഷം ഗ്രവ്യാദാനാമ രൗരവസ്ഥം ഗ്രവ്യേണ ഘാതയന്തി യഃ കേവലം ദേഹം പരാം യേസ്വേവാ ഉഗ്രപശുവൻ പക്ഷിണോ വാ പ്രാണതൗ പരന്ധേതേ തമപകരുണം പുരുഷാദേരവേ വിഗർഹേതമമുത്രയമാരുചിരാകുംഭീഭാഗേ തപ്തതൈലേ ഉപരന്ധേന്തി യേസ്യ
യസ്തിഹ പിതൃവിപ്രബ്രഹ്മദൃക്സ കാലസൂത്രസംനികേ നർഗേ അവിധയോജനപരിമണ്ഡലേ താമ്രമയേ തപ്തകലേ ഉപര്യതസ്താദഗ്ന്യർക്കാഭ്യാമതിതപ്യമാനേ അഭിനിവേശിത ക്ഷുൽപിപാസാഭ്യാം ജാദഹ്യമാനാന്തർബഹിः ശരീരാസ്തേ ചേദേ ചേഷ്ടദേവതിഷ്ഠിതി പരിതാവതി ച യാവന്തി പശുരോമാണി താവത് വർഷസഹസ്രാണി യേസ്റ്റു വൈ നിജവേദപദാദനാപദ്യപഗത പാഷണ്ഡം ചോപഗതസ്തമസിവത്രവനം പ്രവേശ കശയാ പ്രഹരന്തി തത്ര ഹാസാവിധസ്തദോധാമാന വേദോദാരേ സ്ഥാലവനാസി ഭദ്രേ സിദ്ധ്യമാന സർവാംഗോ ഹദോസ്മേരി പരമയാ വേദനയാ മൂർത്തിത പരേ പരേ നിപതേ സ്വധർമ്മ പാഷണ്ഡാനുഗതം ഫലം ഭക്തേ യേസ്റ്റു വൈ രാജ രാജപുരുഷോ വാ ദണ്ഡേ ദണ്ഡം പ്രണയരേ ബ്രാഹ്മണേ വാ ശരീരദണ്ഡം സമാഭിയാന്നർഗേ മുദ്രസുകർമുഖേ നിപതിരേ തത്രാദിപലേർവിനിഷ്പേഷ്യമാണാവേവോ യദേവേഹേക്ഷുഖണ്ഡ ആത്മസുരേണ സ്വനേൻ കുജിന്മൂർച്ഛിത കസ്മലോപഗതോ യദേവേഹാ ദൃഷ്ടദോഷാ ഉപരുഗ്ധാ യേസ്റ്റു വൈ ഭൂതാനാമീശ്വരോപകൽപ്പിതാ വൃത്തീനാമവിവിക്തപരവ്യധാനാം സ്വയം പുരുഷോപകൽപ്പിതവൃത്തിർവിവൈക്തപരവ്യതോ വ്യധാമാചരതേ സമരത്രം ദഗോപേ തദവിദ്രോഹേണ ഉപതേ തത്ര ഹാസൗതൈർജന്തുഭേ പശുമൃഗപക്ഷിസരീസൃപേർമശകയുഗാമൽക്കുണമക്ഷികാദിഭിര്യേകേ ചാഭിദ്രുതാസ്തൈ സർവതോ വിദ്രോഹ്യമാണസ്തമസേ വിഹിതനിദ്രാ നിർവൃതിരലബ്ധാവസ്ഥാന പരിക്രാമതി യഥാക്കുശരീരേ ജീവ യസ്യ വാ അസംവിഭജ്യാശ്നാ കിഞ്ചനോ വനതമനിർമ്മിതപഞ്ചയജ്ഞോ വായവസംസ്തുത സപരത്രകോ കൃമിഭോജനേ നൃകാതമേ നിപതതി തത്ര ശതസഹസ്രയോജനേ കൃമികുണ്ഡേ കൃമിബോധ സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ കൃമിഭോജനോ യാവത്തദപ്രത്താ പ്രാഹുതാദോ നിർവേശമാത്മാനം യാതേരേ യേസ്റ്റു വൈ സ്തോയേന ബലാദ്വാ ഹിരണ്യരത്നാദീനി ബ്രാഹ്മണസ്യ വാവഹരത്യന്യസ്യ വാനാപദേ പുരുഷസ്തസ്മത്ര രാജന്യമൗരുഷാ അയസ്മയേ രക്തിഭിഡേ സംദംശേസ്തു നിഷ്കുഷന്തി യസ്യ വാ അഗമ്യാം ശ്രിയമഗമ്യം വാ വൃഷം യോഷിത വൈഗച്ഛതേ താ വാ മുത്രകശയാ താടയന്തസ്തിഗ്മയാ സൂർമ്യാ ലോഹമയ്യാ വൃഷമാലിംഗയന്തി ശ്രിയം ച പുരുഷരൂപയാ സൂർമ്യാ യസ്യ വൈ സർവാഭിഗമസ്തമമുത്രനിരേ വർത്തമാനം വജ്രകണ്ഠകശാൽമലീമാരോപ്യ നിഷ്കർഷന്തി യേത്യ വൈരാജന്യ രാജപുരുഷാ വാ അഭാഷണ്ഡാ ധർമ്മസേതുൻ ബിന്ദന്തി യേ സംഭരേത്യ വൈതരണ്യാം നിപതന്തി ഭിന്നമര്യാദാസ്തസ്യാം നിരപരിഘാഭൂതായാം നദ്യാം യാദോഗനൈരിതസ്തോ ഭക്ഷ്യമാണാ ആത്മനാ നവീജ്യമാനാശ്ചാസുവിഹ്യമാനാ സ്വാഘേന കർമ്മഭാഗമനുസ്മരന്തോ വിന്മൂത്രപോയശോണിതകേശനകാസ്തി മേധോ മാംസവസാവാഹിന്യാമുപദപ്യന്തേ യേത്യ വൈ ശ്രീപതയോ നഷ്ടശൗചാചാരനിയമാസ്ത്യക്തലജ്ജാവശ്വര്യാം ജരന്തി തേ ചാഭിപ്രേത്യ പൂയ വിന്മൂത്രശ്ലേഷ്മബലാ പൂർണ്ണാർണവേ നിപതന്തി തദേവാദിവേ പത്സമസ്നന്തി യേത്യ വൈ സ്വഗർഭപതയോ ബ്രാഹ്മണാദയോ മഗയാവിഹാരാദീർത്ഥേ ച മൃഗാൻ നികരന്തി താനവേ സംഭരേതാൻ ലക്ഷ്യബോധാൻ യമവൃഷാ യേഷുഭിർവിദ്യന്തി യേത്യ വൈദാംബികാദംബേതേഷു പശുന്വിശസന്തി താനമുഷ്മിൻ ലോകേ വൈസേ നർഗേ പതിതാൻ നിരയപദയോ യാദേത്വാ വിശസന്തി യേസ്റ്റു വൈ സവർണാം ഭാര്യാം ദ്വിജോരേതപായരികാമോഹിതസ്തംഭാപകൃതമാമുത്രരേതകുല്യായാം പാദയിത്വാരേത സമ്പായന്തി ഗുരുവായൂരപ്പ യേത്യ വൈ ദസ്യോഗ്നിരാകൃതാ ഗ്രാമാൻ സാർത്ഥാൻ വാ വിലുംബന്തി രാജാനോ രാജപടാ വാ താംശ്ചാഭിപരേത്യൈമതോദാവദ്ലംശ്രാശ്വാന സപ്തശതാനി വിംശതിശ്ച സർവസം ഘാതന്തി യേസ്റ്റു വാ അനതം വദേ സാക്ഷ്യേ ദിവ്യവിനമയേ ദാനേ വാ കഥഞ്ചിൽ സ്വൈ പ്രേത്യ നർഗേ അവീജിമത്യാധശിരാ നിരവകാശേ യോജന സദോത്സായ ഗിരിമൂർത്തി സമ്പാദ്യതേ യത്ര ജലമിവാ സ്ഥലമസ്മപൃഷ്ടമവഭാസതേ തദവീജിമിത്തിരശോ വിശീര്യമാണ ശരീരോന്ന മ്രിയമാണ പുനരാരോപിതോ നിപതതി ഗുരുവായൂരപ്പ യേസ്റ്റു വൈ വിപ്രോ രാജന്യോ വൈശ്യോ വാസോ വേദസ്ഥൽക്കത്രം വാസുരാം വ്രതസ്ഥോ വാ പിബതേ പ്രമാദരസ്തേഷാം നിരയം നിദാനാമൃസേ പദാക്രമ്യാസേവന്യനാദ്രവമാണം കാർഷ്ണായ സംനിഷിഞ്ചന്തി അധ ജയസ്യ വാ ആത്മസംഭാവനേന സ്വയമതമോ ജന്മതമോ വിദ്യാചാരവർണ്ണാശ്രോതോ വിരീയതോ ന ഭഗവന്യേതാ സമൃതക ഏവ മൃത്വാക്ഷാരകർത്തമേ നിരയാവാക്ഷിരാ നിപതിതോ ദുരന്തായാതനാഹ്യശ്നുതേ യേത്യ വൈ പുരുഷാ പുരുഷമേധേനേ ന്ദേയാശ്ച ശ്രിയോ നൃപശുവൻ ഖാദന്തി താംശ്ചദേവ ഇവ നിഹതായമസദനേ യാതയന്തോ രക്ഷോഗണാ സൗനികാ ഇവ സ്വദിദിനാവദായ
പിബന്ധി നൃത്യന്തി ച ഗായന്തി ച ഹൃഷ്യമാണ യദേഹവൃഷാദാം ഏത്യവ അനാഗസോരണ്യേ ഗ്രാമേ വ വൈശ്രംഭകൈരുപസൃതാനുപവിശ്രംദയ ജിജീവിഷോഞ്ചൂലസൂത്രാദീഷു വപ്രോദാൻ ക്രീഡനതയായാദ്നേന്ദ്യേ ദേവി ച പ്രീത്യയമയാതനാസു ശൂലാദിഷു പ്രോദാത്മാനക്ഷുതൃഭ്യാം ചാവിഹ്രാ കങ്കവടാദിവിശ്ചേതസ്തദസ്തിഗ്മതുണ്ടേരാഹന്യമാന ആത്മശമനം സ്മരന്തി ഗുരുവായൂരപ്പാം ഏത്യ വൈ ഭൂതാന്യുദ്വേജയന്തി നരാൽപണ സ്വഭാവായ ദന്തശോകാസ്തേപി പ്രേത്യ നരകേ ദന്തശോകാഗ്യേ നിപതന്തി യത്ര നൃപ ദന്തശോകാ പഞ്ചമുഖാ സപ്തമുഖാ ഉപസൃത്യ ഗ്രസന്തി യഥാ വിലേശയാൻ ഏത്യവ അന്താവടകുശൂലഗുഹാദിഷു ഭൂതാനി നിരുന്ധന്തി തഥാ മുത്രാദേഷ്വേവോപവേശ സകരേണ മന്യനാ ധൂമേന നിരുന്ധന്തി യസ്തിഹ വാ അതിഥീനഭ്യാഗതാൻ വാ ഗൃഹപതിരസകൃതോപഗതമന്യുർദ്ധി ദക്ഷുരി വാ പാപേന ചക്ഷുഷാ നിരീക്ഷതേ തസ്യ ചാപി നിരയേ പാവദൃഷ്ടേ രക്ഷിണേ വജ്രതുണ്ടാഗ്രദ്ധാകങ്കകാകപടാദയ പ്രസഹ്യോരുബലാതുൽപാടയന്തി യസ്യവാഢ്യാഭിമതിരഹങ്കൃതിർസീര്യപ്രേക്ഷണ സർവതോഭിശങ്കേ അർത്ഥവേനാശയന്തയ പരിശുഷ്യമാണ ഹൃദയവദനോ നിർവൃതിമനവഗതോ ഗ്രഹ ഇവാർത്ഥമഭിരക്ഷതേ സജാഭിപ്രീത്യ തദുത്പാദനോത്കർഷണ സംരക്ഷണ ശമലഗ്രഹ സൂചിമുഖേ നരകേ നിപതതി യത്ര വിത്തഗ്രഹം താപവൃഷം ധർമ്മരാജപുരുഷാവായകായവ സർവതോംഗേഷു സൂത്രൈः പരിവയന്തി एवं विधा नरकायमाले सन्ति शतसहस्रशस्तेषु सर्वेषु सर्वे एवा धर्मवर्तिनो एके जिरिहोदिरा अनुदिताश्चावनिपदे पर्यायेण विशन्ति तदेव धर्मानुवर्तिन इतरत्र इह तु पुनर्भवेत् उभयशेषाभ्यां निविशन्ति निवर्तिलक्षणमार्ग अदादेव व्याख्यात गुरुवायूरप्पाम् एतावाने पाण्डवोऽशो यश्चतुर्दशता पुराणेषु विकल्पित उपगीयते अर्थल्पकपदो नारायणस्य साक्षान् महापुरुषस्य सविष्टं जोपमाल्पमाया गुणमयमनुवर्णितमादपरदे शृणोति श्रावयति सौयेयं भगवता परमात्मनो अग्राह्यमपि श्रद्धा भक्तिविशुद्धबुद्धिर्वेद श्रुत्वा स्थूलं तदा सूक्ष्मं जोपं भगवतो यदि स्थूले निर्दितमात्मानं शने सूक्ष्मं धिया नयेदिति भूद्वीप वर्षे सरिदद्विनभः समुद्रपातालदिग्नरकभागणलोकसंस्था गीतामया तवद्भुतमीश्वरस्य स्थूलं वपुः सकलजीवनिकायधाम भूद्वीपवर्षसरिदद्विनभः समुद्रपातालदिग्नरकभागणलोकसंस्था गीतामया तवद्भुतमीश्वरस्य स्थूलं वपुः सकलजीवनिकायधाम श्रीकृष्णाय नमः। इति श्रीमद्भगवते महापुराणे वैयासिक्यां शास्त्रशास्त्र्यां पारमहंस्यां संविधायां मध्यमस्कन्धे नरकानुवर्णनं नाम षड्विंशोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द हरे कृष्ण 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 हरे 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 राम രാമ രാമ ഹരേ ഹരേ. പഞ്ചമസ്കന്ധത്തിൻ്റെ നരകവർണ്ണന എന്ന 26ാമത്തെ അധ്യായം വായിച്ച് സമർപ്പിച്ചു. ഇവിടെ ആ അധ്യായത്തിൽ പറയണോ നിവൃത്തിലക്ഷണ മാർഗ ആദാവേ വ്യാഖ്യാത. ഈ നരകം എന്ന് പറഞ്ഞിട്ടുള്ള 3 അക്ഷരം കേൾക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ണി അതൊക്കെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ശീശുഖബ്രഹ്മർഷി അഥവാ സൂതമഹാശയൻ ചോദിക്കുന്നു. ആ ഭാഗങ്ങളാണ് പൃഥുചക്രവർത്തി നമുക്ക് വേദിയിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥാഭാഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ആചാര്യപാദങ്ങളിൽ നമസ്കാരം പറയാം. ഹരേ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മഹാരാജാവ് സനകാദികളുടെ ഉപദേശം കേട്ട് അതുപോലെ തന്നെ അനുഷ്ഠിക്കാൻ തുടങ്ങിയ തൻ്റെ കർമ്മം ശേഷിച്ച സമയം മുഴുവൻ ഈശ്വരാരാധനയാക്കിയിട്ട് കർമ്മം വേണ്ട പോലെ ചെയ്തു. കർമ്മം ചെയ്യാതിരുന്നില്ല. കർമ്മം ഈശ്വരാർപ്പണമായിട്ടെല്ലാം ചെയ്തു. എല്ലാ കർമ്മങ്ങളും വേണ്ട പോലെ കർമാണിത യഥാകാരം യഥാദേശം യഥാബലം യഥോചിതം യഥാവിത്തം അകരുബ്രഹ്മസാൽകൃത. അത് ശ്രേഷ്ഠനായ പൃഥുമഹാരാജാവ് ലോകസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവതരിച്ചുള്ള ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം ദേശം
അതും കർമ്മങ്ങൾ ചെയ്യുമ്പം ദേശം കാലം ഇതൊക്കെ നോക്കിയിട്ട് ധനം എന്ന് നോക്കിയിട്ട് അതെല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു. യാഗം ചെയ്യലായാലും യോഗമായാലും തപസ്സനുഷ്ഠിക്കായാലും രാജകർമ്മങ്ങൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈശ്വരാർപ്പണമായിട്ടായിരുന്നു എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നത്. അതുകൊണ്ട് കർമ്മത്തിലെ ദോഷം രാജാവിനെ ബാധിക്കില്ല. ദോഷമില്ലാതിരിക്കാൻ പറഞ്ഞത് കർമ്മം ഈശ്വരന് അർപ്പിച്ച് ചെയ്താൽ കർമ്മത്തിന് ദോഷം ചെയ്യാണ്ടേ. അതുകൊണ്ടാണ് നമ്മളെ കർമ്മത്തിൻ്റെ ശ്രേയസ് എല്ലാം ഈശ്വരന് അർപ്പിച്ചാണ് അവസാനം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യണം. അങ്ങനെ തന്നെ വേണമെന്നാണ്. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണമെന്ന് പൃഥു മഹാരാജാവ് കാണിച്ചു തന്നു. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗ സമാഹിത കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേ പരം. ഇങ്ങനെ ഫലങ്ങളൊക്കെ ചെയ്ത കർമ്മത്തിനൊക്കെ ഫലമുണ്ട്. ഈ ഫലം പോലും ഫലം ബ്രഹ്മണി വിന്യസ്യ, ഫലം പോലും ഈശ്വരനെ സമർപ്പിക്കുന്ന, എനിക്കൊന്നും വേണ്ട ഒക്കെ ഈശ്വരനായിക്കോട്ടെ എന്നുള്ള ഭാവത്തിൽ ഫലം പോലും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മഫലത്തെ പോലും ഉദ്ദേശിക്കാതെ കണ്ട് അദ്ദേഹം കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേ പരം. അദ്ദേഹം ശരീരമായിട്ട് ബന്ധമില്ലാതെ കണ്ട് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ദേഹത്തൊന്നും ആത്മാവ് വേറിട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർമ്മങ്ങളൊന്നും തനിക്ക് ബാധകമല്ല, എന്നാൽ ചെയ്യേണ്ട കർമ്മങ്ങളോ ചെയ്യുക ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, താൻ ചെയ്തു എന്ന് ഭാവമില്ലാതെ കണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് നടത്തി. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാജാവ് കർമ്മം ചെയ്തില്ലെങ്കിൽ ജനങ്ങളും ചെയ്യില്ല. അപ്പോൾ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ഒരു ഉദ്ദേശവും ഇല്ലാതെ കണ്ട് കർമ്മം ചെയ്തു. എന്നാൽ ഒരു ഉദ്ദേശമുണ്ട്, എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം. ആ ഉദ്ദേശത്തിലാണ് എല്ലാ കർമ്മങ്ങളും ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് പൃഥു മഹാരാജാവ് എല്ലാ കർമ്മങ്ങളും ചെയ്തു. ഗൃഹേഷു വർത്തമാനോപി സ്വസാമ്രാജ്യശ്രിയാന്വിത നാസഞ്ചതേന്ദ്രിയാർത്ഥേഷു നിരഹം മധിരർക്കവൽ. ഇങ്ങനെ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ഗൃഹസ്ഥധർമ്മങ്ങളെ ശരിക്കും അനുഷ്ഠിക്കണം. ഇവിടെ ചക്രവർത്തിയാണ്, ഗൃഹസ്ഥനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയാണ് ഐശ്വര്യം നിശ്ചല്യ, ഇത്രയും സമ്പത്തിൻ്റെ അധിപതിയാണെങ്കിലും ഇതൊന്നും വാസ്തവം തൻ്റേതായി കാണാതെ കണ്ട് ലവലേശം അഹങ്കാരം ഇല്ലാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ഇതൊന്നും താൻ ചെയ്യാണെന്ന് ഭാവമില്ലാതെ കണ്ട് ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നു. അങ്ങനെ തന്നെ വേണം. ഈശ്വരാർപ്പണമായിട്ട് താൻ ചെയ്തു എന്ന് ഭാവമില്ലാതെ കണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതും എല്ലാം ഈശ്വരന് അർപ്പിച്ച ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ്. ഏവം അധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുത്പാദയാമാസ പഞ്ചാർക്കിഷ്യാത്മസമ്മതാൻ വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവ്യണം മൃഗം. ഇങ്ങനെ നിഷ്ഠയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് കർമ്മഫലത്തെ കൂടി ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഒന്നിനോടും താല്പര്യമില്ലാതെ കണ്ട ഈശ്വരസന്തോഷത്തിനു വേണ്ടി മാത്രം കർമ്മം ചെയ്ത മഹാരാജാവ് ഋഷചക്രവർത്തിക്ക് തൻ്റെ ഭാര്യയായ അർച്ചസില് 5 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, മൃഗൻ 5 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് തുല്യന്മാരായ 5 പേരായിരുന്നു എല്ലാവരും. അങ്ങനെ അദ്ദേഹം വേണ്ട പോലെ കർമ്മം ചെയ്തു. സർവേഷാം ലോകപാലാനാം ദധാരൈക പൃഥുർഗുണാൻ ഗോപീധായ ജഗൽ സൃഷ്ടേ കാലേ സ്വേ സ്വേച്ഛുതാത്മക. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സ് ഇളക്കല്ലാതെ കണ്ട് പൃഥു മഹാരാജാവ് ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെ എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദിക്പാലന്മാരുടെ ശക്തി മുഴുവൻ രാജാവിനുണ്ടെന്നാണ് പറയുക. നേരത്തെ വേനൻ വർണ്ണിച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ പൃഥു മഹാരാജാവ് കർമ്മം ചെയ്തു. രാജാവിൻ്റെ ധർമ്മം
ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ധർമ്മപരിപാലനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സമയാസമയങ്ങൾ വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് രാജാവ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറിയുന്ന അഷ്ടദിക്പാലന്മാരുടെ ഗുണങ്ങൾ മുഴുവൻ രാജാവിനെ പ്രത്യേകം കണ്ടു ഭഗവാന്റെ അവതാരവുമാണ്. ജനങ്ങൾക്ക് അതാത് സമയത്ത് വേണ്ട സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു രാജാവ് നന്നായിട്ട് രാജ്യം ഭരിച്ചു. മനോവാക് വൃത്തിഭി സൗമ്യയ്യ ഗുണയ്യ സംരഞ്ജയൻ പ്രജ രാജേത്യഥാം നാമധേയം സോമരാജ ഇവാപര. ഇവിടെ പ്രജകളുടെ ഹിതം നോക്കണു. അതും മാനോവാക് വൃത്തിഭി സൗമ്യയ്യ ഗുണയ്യ സംരഞ്ജയൻ പ്രജ. തൻ്റെ മനസ്സുകൊണ്ടും തൻ്റെ വാക്കുകൊണ്ടും അതും ജനങ്ങൾക്ക് ഹിതമായ വാക്ക്, അതും മിതമായ വാക്ക്, സത്യമായ വാക്ക്, പ്രിയമായത് ഇതേ സംസാരിക്കുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് വേണ്ടത് മാത്രം, അതും അവർക്ക് ജനങ്ങൾക്ക് ഹിതമായ വാക്ക് മാത്രമേ മഹാരാജാവ് പറയൂ. അതും വളരെ കുറച്ചേ ഉള്ളൂ. ഹിതം മിതം വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. അതും ഉള്ളത് സത്യമായിട്ട്, അതും ജനങ്ങൾക്ക് പ്രിയമായത് മാത്രം സംസാരിക്കുന്നു. അങ്ങനെ ആ വാക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇത്തരം ഗുണങ്ങൾ പ്രത്യേകമായിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് ആനന്ദത്തെ കൊടുത്തിരുന്നതാണ്. അങ്ങനെ രാജാവ് വാസ്തവം ഗുണയ്യ സംരഞ്ജയൻ പ്രജ, തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്ന ആളാണ് രാജാവ്. ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളാവുകൊണ്ടാണ് ചന്ദ്രൻ ഉദിച്ചാലുള്ള സന്തോഷം പോലെയാണ്, ചന്ദ്രനെ പോലെ ആയിരുന്നു രാജാവിൻ്റെ പ്രവൃത്തി. അങ്ങനെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ തക്ക വാക്കേ പറയുള്ളൂ. മനസ്സും വാക്കും തൻ്റെ പ്രവൃത്തികളും ഒക്കെ വേണ്ട പോലെ ഹിതമായിട്ട്, മിതമായിട്ട്, നന്നായിട്ട്, സത്യമായിട്ട് ഇതൊക്കെ പറയുള്ളൂ. അങ്ങനെ പ്രജകളെ വേണ്ട പോലെ രഞ്ജിപ്പിച്ചു മഹാരാജാവ്. സൂര്യവത് വിസൃജൻ ഗൃഹൻ പ്രതവംശ ഭുവോവസു ദുർധർഷസ്തേജസേവാഗ്നിർ മഹേന്ദ്ര ഇവ ദുർജയ. സൂര്യനെ പോലെ ആയിരുന്നു മഹാരാജാവ് എന്നാണ്. സൂര്യൻ്റെ പ്രഭാവം നല്ല വേനൽക്കാലത്ത് ഇവിടെ ഭൂമിയിലുള്ള വെള്ളത്തെയൊക്കെ സൂര്യൻ മേപ്പെട്ട് കൊണ്ടുപോകും. ജലാശയത്തിലെ വെള്ളത്തെ മുഴുവൻ തൻ്റെ കിരണങ്ങളെ കൊണ്ട് മേപ്പെട്ട് കൊണ്ടുപോയിട്ട് എന്തിനാ കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ, ഇവിടെ വെള്ളമില്ലാതെയായിരിക്കുമ്പം ഈ തിരിച്ച് വെള്ളം മഴയായിട്ട് ഇങ്ങോട്ട് തന്നെ തരുന്നു. സൂര്യൻ ഇവിടുന്ന് വെള്ളത്തെ മേപ്പെട്ട് കൊണ്ടുപോയിട്ട് ധാരാളം വെള്ളമുള്ളപ്പം മേപ്പെട്ട് കൊണ്ടുപോകണു. ഇത് ഇവിടെ വെള്ളമില്ലാത്തപ്പം മഴയായിട്ട് തിരിച്ചിങ്ങോട്ട് തരുന്നു സൂര്യൻ. ഇതുപോലെ ആയിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കും, ആ ധനത്തെ പിരിച്ച് കൊട്ടാരത്തിൽ സൂക്ഷിക്കും. ഇവിടെ ദാരിദ്ര്യം വരുമ്പം ഈ ധനത്തെ അവർക്ക് തന്നെ കൊടുക്കുന്ന, ജനങ്ങൾക്ക് തന്നെ കൊടുത്തു. അങ്ങനെ സൂര്യൻ്റെ പ്രഭാവമായിരുന്നു ഈ രാജാവിൽ കണ്ടിരുന്നതെന്നാണ്. സൂര്യവത് വിസൃജൻ ഗൃഹൻ പ്രതവംശ ഭുവോ വസു. അതും ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണ്ട കാലത്തെ ദാരിദ്ര്യം വരുമ്പം ദുർഭിക്ഷ കാലത്ത് ഈ ധനം അങ്ങോട്ട് കൊടുത്തിരുന്നു. സൂര്യൻ്റെ ഗുണമാണ്. അതുപോലെ തൻ്റെ ശക്തി നിമിത്തം, തൻ്റെ പ്രഭാവം കൊണ്ട് പ്രതവംശ ഭുവോ വസു എന്നാണ്. അഗ്നിയെ പോലെ ആയിരുന്നു പ്രഭാവം എന്നാണ്. അഗ്നിയെ ജയിക്കാൻ ആർക്കും പറ്റില്ല. അഗ്നി തന്നിൽ വരുന്ന ആൾ തൻ്റെ വസ്തുക്കളെ മുഴുവൻ ശുദ്ധാക്കും പോലെ അഗ്നിയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ലാത്തതുകൊണ്ട് അഗ്നിക്ക് തുല്യമായ പ്രഭയായിരുന്നു ഇവിടെ പൃഥ്വമഹാരാജാവിനുണ്ടായിരുന്നത്. ദുർദർഷസ്തേജസേവാഗ്നിർ മഹേന്ദ്ര ഇവ ദുർജയ. അതും ജയിക്കാൻ കഴിയാത്തത്, മഹേന്ദ്രനെ പോലെ ജയിക്കാൻ കഴിയാത്ത പ്രഭാവമായിരുന്നു പൃഥ്വമഹാരാജാവിനുണ്ടായിരുന്നത്. അതും മഴക്കാലത്ത് മഴ പെയ്യും പോലെ ആവേശത്തിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക പൃഥുവിൻ്റെ പ്രധാന മാർഗമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയെപ്പോലെ ആയിരുന്നു തിദീക്ഷയാ ധരിത്രീവ യൗരീവ ആഭീഷ്ടതോ നൃണാം വർഷതിസ്മയഥാകാമം പർജന്യ ഇവ തർപ്പയൻ. കാരണം അപരാധം എന്തൊക്കെ ജനങ്ങൾ ചെയ്താലും രാജാവിന് പ്രധാനമായിട്ട് വേണ്ടത് ആ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കല്ല, നല്ലോണം ചിന്തിച്ചിട്ട് വേണം അതിന്. തിദീക്ഷയാ ധരിത്രീവ ഒക്കെ സഹിക്കും, ഭൂമിയെ പോലെ
ക്ഷമ മഹാരാജാവിനുണ്ടായിരുന്ന തിരീക്ഷയ ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമയാ പൃഥിവീ സമ എന്നൊക്കെ രാമായണം പറയുന്നുണ്ട്. ശ്രീരാമൻ അങ്ങനെ ആയിരുന്നു. ഇതുപോലെ ഭൂമിയെ പോലെ എല്ലാം സഹിക്കാനുള്ള ക്ഷമ ഭൂമിയെ പോലെ മഹാരാജാവിനുണ്ടായിരുന്നു. അതും ജനങ്ങൾക്ക് വേണ്ടത് മുഴുവൻ അതാത് സമയത്ത് വേണ്ടതൊക്കെ കൊടുത്തിരുന്നു. അഭീഷ്ടത്തെ വേണ്ട പോലെ കൊടുത്തിരുന്ന രാജാവ് സ്വർഗത്തിന് തുല്യമാണ്. സ്വർഗസുഖമായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് അവരിഷ്ടത്തിനനുസരിച്ച് രാജാവ് പെരുമാറിയിരുന്നു. അങ്ങനെ ആയിരുന്നു അവർക്ക് ഗുണത്തെ കൊടുത്തിരുന്നത്. അതുപോലെ വർഷസ്മയഥാകാമം പർജന്യ ഇവ തർപ്പയൻ, സമയാസമയത്ത് വെള്ളം ഇല്ലാത്ത കഷ്ടപ്പെടുമ്പം മഴ പെയ്യണ കൂട്ടത്തിൽ അവർക്ക് വേണ്ടതൊക്കെ ഇല്ലാത്ത സാധനങ്ങൾ എന്താണോ അത് അറിഞ്ഞ് രാജാവ് അവർക്ക് ജനങ്ങൾക്ക് വേണ്ട പോലെ കൊടുത്തിരുന്നു. അതുപോലെ സമുദ്ര ഇവ ദുർബോധ സ്വത്വേന അചലരാടിവ ധർമ്മരാടിവ ശിക്ഷായം ആശ്ചര്യേ ഹിമവാരിവ. പൃഥുവിൻ്റെ പ്രഭാവം സമുദ്ര ഇവ ദുർബോധ. സമുദ്രത്തിലെ അളവ് എത്രയാണ്, ആഴം എത്രയാണ് എന്ന് ആർക്കും അറിയില്ല. ഇതുപോലെ ആയിരുന്നു രാജാവിൻ്റെ ഉള്ളിലുള്ള ഭാവം എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. എന്താ രാജാവിൻ്റെ ഉള്ളിലുള്ള ഭാവം എന്ന് ഒരാൾക്കും സമുദ്രം പോലെ ആയിരുന്നു ആർക്കും അറിയില്ല, അറിയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മനസ്സിൻ്റെ ഉറപ്പ് സത്വേന ആചരാടിയവ, മേരുപർവ്വതം പോലെ ആയിരുന്നു ആ അദ്ദേഹത്തിന് മനസ്സിൻ്റെ ഉറപ്പ്. അതുപോലെ യമനെ പോലെ ധർമ്മരാടിയവ ശിക്ഷായാം, ശിക്ഷ നടപ്പാക്കുമ്പം യമധർമ്മരാജാവിനെ പോലെ തെറ്റ് ചെയ്ത ആൾക്കാരെ കടുത്തതായ ശിക്ഷ നടപ്പാക്കിയിരുന്നു. അതും യമധർമ്മരാജാവിനെ പോലെ പക്ഷപാതം ഇല്ലാതെ കണ്ട്. ശിക്ഷയ്ക്ക് പക്ഷപാതമില്ല. അവനവൻ്റെ ആള് മറ്റുള്ള ഒരാളെന്ന് ഭാവം തെറ്റ് ചെയ്ത് ആരായാലും അവതാരത്തിൽ വർണ്ണിച്ചതാണ്. ശിക്ഷ തെറ്റ് ചെയ്ത് അവനവൻ്റെ ആളായാൽ പോലും ശിക്ഷിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരാരും ശിക്ഷിക്കൊന്നുമില്ല. അത് ശരിക്കും അങ്ങനെ തന്നെ നടപ്പാക്കിയിരുന്നു. ധർമ്മരാടിവ ശിക്ഷായം ആശ്ചര്യേ ഹിമവാനിവ, ഹിമാലയം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അത്ഭുത വസ്തുക്കൾ, ആശ്ചര്യ വസ്തുക്കൾ, ഹിമാലയത്തിൻ്റെ അപ്പുറം വേറെ വസ്തുവില്ല. അതിൻ്റെ മോളൊന്നും ആരും എത്തിയിട്ടില്ല. യഥാർത്ഥ മോളയ്ക്കൊന്നും ആർക്കും എത്താൻ പറ്റിയില്ല. കുറച്ചാൾക്കാരൊക്കെ കുറച്ചൊക്കെ കയറിപ്പോയി എന്നല്ലാതെ കണ്ട് ഹിമാലയത്തിൻ്റെ മുകളിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുപോലെ അത്യത്ഭുതമായിരുന്നു, ആശ്ചര്യമായിരുന്നു പൃഥുവിൻ്റെ ഓരോരോ ലീലയുന്ന്. കുബേര ഇവ കോശാട്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ മാതരിഷ്വേവ സർവാത്മാ ബലേന സഹ സൗജസ. ഇദ്ദേഹത്തിൻ്റെ രാജഭരണകാലത്ത് അവിടെ സമ്പത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ കുബേര ഇവ കോശാട്യം, കുബേരനെ പോലെയാണ്. എത്രയാണ് ഭണ്ഡാരം നിശ്ചയില്ല, എത്രയാണ് സമ്പത്ത് നിശ്ചയില്ല. അങ്ങനെ കുബേരൻ്റെ തുല്യനായിരുന്നു. അതിലും അധികം ധനമായിരുന്നു പൃഥുവിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ വരുണനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. പൃഥുവിന് ശക്തി പറയുകയാണെങ്കിൽ ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആയിരുന്നു, ആ കാറ്റിനെ പോലെ ശക്തിയായിരുന്നു. അതിന് തുല്യമായിരുന്നു. വായുവിനെ പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. അവിഷഹ്യതയാ ദേവോ ഭഗവാൻ ഭൂതരാടിവ കന്ദർപ്പ ഇവ സൗന്ദര്യേ മനസ്വി മൃഗരാടിവ. ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യുമ്പം അദ്ദേഹം സഹിക്കാൻ വയ്യാത്ത പരാക്രമമാണ് ഇദ്ദേഹം കാണിച്ചത്. പൃഥു മഹാരാജാവ് അങ്ങനെ ചെയ്യുമ്പം ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ കണ്ടാൽ ശ്രീരുദ്രനെ മഹാദേവനെ പോലെയുള്ള ഭാവമാണ് പൃഥുവിലെ ജനങ്ങളെ കണ്ടിരുന്നതാണ്. മഹാദേവൻ തുല്യനായിരുന്നു അദ്ദേഹം. സൗന്ദര്യത്തിലെ കന്ദർപ്പ ഇവ സൗന്ദര്യേ, കാമദേവനെ പോലെ ആയിരുന്നു പൃഥു മഹാരാജാവ്. മനസ്വി മൃഗരാടിവ, മനസ്സിലെ ധൈര്യത്തിൻ്റെ വിഷയത്തിൽ മൃഗരാജാവിനെ പോലെ സിംഹം പോലെ ആയിരുന്നു അദ്ദേഹം. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സൗമ്യഭാവം വാത്സല്യേ മനുവന്നൃണം, വാത്സല്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ തൻ്റെ പിതാമഹനായ മനുവിനെ പോലെയായിരുന്നു. മുത്തച്ഛൻ എങ്ങനെ പേരക്കുട്ടികളെ സ്നേഹിക്കണോ അതുപോലെ ആയിരുന്നു
ഈ പൃഥുമഹാരാജാവ് തൻ്റെ ജനങ്ങളെ സ്നേഹിച്ചിരുന്നത് പ്രഭുത്വേ ഭഗവാൻ അജ, പ്രഭുത്വത്തില് ബ്രഹ്മദേവന് തുല്യനായിരുന്നു. പ്രഭുത്വേ ഭഗവാൻ അജ, ബ്രഹ്മദേവന് തുല്യനായിരുന്നു ഈ മഹാരാജാവ്. ബ്രഹ്മവാദേ ബൃഹസ്പതിർ ബ്രഹ്മവാദേ ച, വേദവിഷയത്തില് വേദകാര്യത്തില് അതിൻ്റെ ഏറ്റവും ഒടുക്കം പറയേണ്ട ആള് ബൃഹസ്പതിയാണ്. ആ വേദവിഷയത്തില് ബൃഹസ്പതിർ ബ്രഹ്മവാദേ ച, ബ്രഹ്മവാദത്തില് വേദവിഷയത്തില് ബൃഹസ്പതിയെ പോലെ ആയിരുന്നു മഹാരാജാവ്. ആത്മാവത്വേ സ്വയം ഹരി, ഇനി അപ്പുറം പറയാനില്ല. തൻ്റെ കാര്യത്തില് അതും ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ആത്മാവിനെ അറിയണ കാര്യത്തില് വിഷ്ണുവിനെ പോലെ ആയിരുന്നു, ശ്രീഹരിയെ പോലെ തന്നെയായിരുന്നു മഹാരാജാവ്. ആത്മവത്വേ സ്വയം ഹരി, ശ്രീഹരിയെ പോലെ തന്നെയായിരുന്നു ഈ പൃഥുമഹാരാജാവ്. ഭക്തിയാ ഗോഗുരു വിപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു ഹ്രിയാ പരശ്രയതു ശീലാഭ്യാം ആത്മതുല്യ പരോധ്യമേ. അതുപോലെ ഭക്തി വിഷയത്തില് അതും ഗോക്കളെ, ഗുരുനാഥന്മാരെ, ബ്രാഹ്മണരെ, ഭഗവാനെ, ഭക്തന്മാരൊക്കെ സേവിക്കുന്ന കാര്യത്തില് ഭക്തിയാ ഗോ ഗുരു വിപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു, ഭക്തിയില് അതും ഗോക്കളെ, പശുക്കളെ ബഹുമാനിക്കുക, പശുക്കളെ പൂജിക്കുക, ഗുരുനാഥന്മാരെ പൂജിക്കുക, ബ്രാഹ്മണരെ പൂജിക്കുക, ഭഗവത് ഭക്തന്മാരായ വിശ്വക്സേനാനുവർത്തിഷു, ഭഗവത് ഭക്തന്മാരായ ആൾക്കാരെ പൂജിക്കുന്ന കാര്യത്തില് അതും അവർ വേണ്ട പോലെ ചെയ്യുന്ന കാര്യത്തില് ഹ്രിയാ പ്രശ്രയശീലാഭ്യം, ലജ്ജ കൊണ്ടും വിനയം കൊണ്ടും ഹ്രിയാ പ്രശ്രയശീലാഭ്യം. ചില ആൾക്കാരൊക്കെ പൂജിക്കാൻ പോകുമ്പോൾ വളരെ വിനയത്തോടു കൂടി വേണം പൂജിക്കാവുന്ന ഭാവത്തില് ആ കാര്യത്തില് മുമ്പ് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തില് തന്നെ പോലെ തന്നെയായിരുന്നു, പൃഥുവിനെ പോലെ തന്നെയായിരുന്നു പൃഥു മഹാരാജാവ്. എന്നുവെച്ചാൽ ചിലതൊന്നും ഉദാഹരണം പറയാൻ പറ്റില്ല. ഇപ്പൊ രാമരാവണ യുദ്ധം പോലെ രാമരാവണ യുദ്ധം തന്നെയുള്ളൂ, അതൊന്നുമില്ല. ഭഗവാനെ പോലെ ഭഗവാൻ തന്നെയുള്ളൂ. ഇനി പഞ്ചമസ്വന്തം വായിച്ചു വെച്ചതാണ്, വേറെ ആരും ഈ കൂട്ടത്തില്. ഈ വിഷയത്തില് ഭക്തി എന്ന വിഷയത്തില് പശുക്കളെയും ഗുരുനാഥന്മാരെയും ബ്രാഹ്മണരെയും ഭഗവത് ഭക്തന്മാരെയും പൂജിക്കുന്ന വിഷയത്തില് പൃഥുവിനെ പോലെ ആയിരുന്നു. വേറെ ആരും പറയാം എത്ര ഭക്തിയാണ് ഗുരുനാഥന്മാരിലും ബ്രാഹ്മണരിലും ഭഗവത് ഭക്തന്മാരിലും പശുക്കളിലും പൃഥു കാണിച്ചിരുന്നത്. അപ്പൊ അത് തുല്യമായിട്ട് വേറെ ആരും പറയാനില്ല, അത്ര തുല്യനായിരുന്നു ഈ വിഷയത്തിലെന്ന്. അതും കീർത്തിയോത്വഗീതയാ പുംഭി ത്രൈലോക്യേ തത്ര തത്ര പ്രവിഷ്ട കർണരന്ധ്രേഷു സ്ത്രീണാം രാമസ്വധാമിവ. ഈ ത്രൈലോക്യത്തിലെ ജനങ്ങള് ഉച്ചത്തില് പാടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകള് പാടുന്നത് അവരെ കാതിൽ കൂടിയിട്ട് ഭഗവാന്റെ മഹിമയെ കേട്ട് ഭഗവാന്റെ മഹിമ കാതിലേക്ക് അങ്ങോട്ട് വരുന്നു. പ്രവിഷ്ട കർണരന്ധ്രേഷു, കാതിൽ ദ്വാരത്തിൽ കൂടിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവര് അന്ന് കേട്ട കഥ ശ്രീരാമന്റെ കഥയായിരുന്നു എന്നാണ്. സ്ത്രീണാം രാമസ്വധാമിവ, ആ രാമന്റെ കഥ പോലെ ആയിരുന്നു ഈ പൃഥുവിൻ്റെ കഥ. അത്ര ഭംഗിയായിട്ടാണ് പൃഥുവിൻ്റെ കഥകളെ ജനങ്ങൾ കൊണ്ടാടിയിരുന്നത്. അവ രാമന് തുല്യനാണ് പൃഥുവിൻ്റെ കഥ. രാമനും പൃഥുവും പൃഥുവിൻ്റെ ചരിതം 50 അധ്യായ, രാമായണം പോലും 2 അധ്യായ ഭാഗവതം പറഞ്ഞു. പൃഥുവിൻ്റെ കഥ 8-9 അധ്യായമായിട്ട് വർണ്ണിച്ചത് പൃഥുവിനെ പോലെ പൃഥു മാത്രമേ ഉള്ളൂ. അത്രയും മഹാത്മ്യമുണ്ട് പൃഥുവിൻ്റെ കഥയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗൃഹസ്ഥധർമ്മം വേണ്ട പോലെ അനുഷ്ഠിച്ചുകൊണ്ട് 5 പുത്രന്മാരുണ്ടായി. എന്നും ഇവിടെ നിൽക്കുകയല്ല ചെയ്യാം. ഇത്രയധികം സമ്പത്തുണ്ടെങ്കിലും ജനങ്ങളൊക്കെ തന്നെ സേവിക്കുകയാണെങ്കിലും ശക്തി ഉണ്ടെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിലും വിദ്യ ഉണ്ടെങ്കിലും വാത്സല്യം ഉണ്ടെങ്കിലും പ്രഭുത്വം ഉണ്ടെങ്കിലും എല്ലാം അറിയെങ്കിലും ഇത്രയൊക്കെ ധനം ഉണ്ടായിട്ടും ഇതൊന്നും തൻ്റേതാണ് എന്നൊരു ഭാവം പൃഥുവിനില്ല. ഒന്നും തൻ്റേതല്ല എന്ന് ഭാവം ഉണ്ടാവുകൊണ്ട് ഇതൊന്നും വിട്ടുപോവാൻ ഒരു മടിയും പൃഥുവിനുണ്ടായില്ല. എന്നും ഇവിടെ കൂടുതൽ ആശ്രമം ഗച്ഛയെന്ന് പ്രമാണമുണ്ട്. കുട്ടികൾക്ക് വിവാഹപ്രായമായാൽ രാജ്യഭാരം കുട്ടികളെ ഏൽപ്പിച്ചിട്ട്
പിന്നെ പുറത്തേക്ക് പോവാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന കൂട്ടത്തിൽ പൃഥുമഹാരാജാവ് പിന്നെ വാനപ്രസ്ഥിയായ കഥയാണ് കാണിച്ചത്. അദ്ദേഹം പത്നിയോട് കൂടിയാണ് പോയത്. അതും ദുഷ്ടാത്മാനം പ്രഭയ സമേകതാ വൈന്യാത്മവാൻ ആത്മനാവധിതാശേഷസ്വാനസർഗ പ്രജാപതി ജഗതസ്ഥുഷശ്ചാപി വൃത്തിതോ ധർമ്മഭൃൽ സദാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ യജ്ഞിവാൻ ആത്മജേഷ്വാത്മജന്യസ്യ വിരഹാദൃതീമിവ പ്രജാഹിമനസ്വേക സുധാരോഗാത്തപോവനം. ആ ശ്രീഹരിയെ വേണ്ട പോലെ സേവിച്ചുള്ള പൃഥുമഹാരാജാവ് പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച് പിന്നെ ആരെയും കൂട്ടാതെ കണ്ട് ഒരകമ്പടിയില്ല. കാട്ടിലേക്ക് പോകുമ്പം ഇതേവരെ പട്ടാളക്കാരൊപ്പുണ്ടായെങ്കിൽ ഇപ്പം അകമ്പടി ഒന്നും ഇല്ലാതെ കണ്ട് ഭാര്യയെ മാത്രം കൂട്ടിയത്. ഭാര്യ ഉപേക്ഷിക്കാനായിട്ടില്ല. ഒപ്പം കൈ പിടിച്ചാണ് വാനപ്രസ്ഥാശ്രമത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് വിടാം. അതുവരെ ഉപേക്ഷിക്കാൻ പ്രമാണമില്ല എന്ന ഭാവത്തിലാണ് ഭാര്യയെ അത്യുസ് മഹാരാജ്ഞയെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം കാട്ടിലേക്കാണ് പോയിരുന്നത്. അതും ആ ധർമ്മശാസ്ത്രത്തെ മാറ്റങ്ങളെ അറിഞ്ഞ രാജ്യത്തിന് ഈ ഉറപ്പ് കൊടുത്തിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ട ഉറപ്പൊക്കെ കൊടുത്ത് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് തപസ്സനായിട്ട് പത്നിയോടുകൂടി കാട്ടിൽ പോയി. ഭൂമി സർവസമ്പൽ സമൃദ്ധിയാണ്. ഇവിടെ ഈശ്വരൻ്റെ മുന്നിലെ പൃഥുവിൻ്റെ മുന്നിലെ മകളെ പോലെയാണ് എല്ലാം സമർപ്പിച്ചിരുന്നത്. ജനങ്ങൾക്ക് പരമാനന്ദമായിരുന്നു പൃഥുവിൻ്റെ രാജ്യഭാരം. ഇതൊക്കെ വിട്ടങ്ങോട്ട് പോയി. എല്ലാം വിട്ടാണ് പോകുമ്പം അതും ആ ആശ്രമം ഗച്ഛേൽ എന്നുള്ള നിയമപ്രകാരം ഇതൊക്കെ ഭരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർപ്പിച്ച അകമ്പടി ഒന്നും ഇല്ലാതെ കണ്ട് പത്നിയെ മാത്രം കൂട്ടിയിട്ട് പൃഥുമഹാരാജാവ് കാട്ടിലേക്കാണ് പോയിന്ന. അവിടുന്ന് പോയിട്ട് അവിടുത്തെ വിഷമങ്ങളൊക്കെ അതുപോലെ അനുഭവിച്ച രംഗം. തത്രാപ്യദാഭ്യ നിയമോ വൈഖാനസസുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുര. അങ്ങനെ കാട്ടിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. അവിടെ എത്തിയിട്ടാണ് ഒരു വിഘ്നവും വരാതെ കണ്ട് തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടെത്തി ശ്രദ്ധയോടുകൂടി അദ്ദേഹം ആ തപസ്സിക്കാണ് ഇറങ്ങിയത്. ആ ശക്തമായ തപസ്സിക്കാണ് അദ്ദേഹം ഇറങ്ങിയത്. സ്വധർമ്മത്തിൽ ഇവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ അതുപോലെ ശ്രദ്ധ തൻ്റെ വാനപ്രസ്ഥാശ്രമത്തിലും അദ്ദേഹം കാണിച്ചു എന്നാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് അദ്ദേഹമാണെങ്കിൽ നിയമങ്ങളൊക്കെ ശീലിച്ചുകൊണ്ട് വേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ തപസ് അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം തപസ്സാണെങ്കിൽ കന്ദമൂലഫലാഹാര ശുഷ്കവർണാശന ക്വചിൽ അഭക്ഷ പതിജിൽ പക്ഷാൻ വായുപക്ഷസ്തപരം. അതിഘോരമായ തപസ് അദ്ദേഹം അനുഷ്ഠിക്കുന്നുണ്ട്. അതും ആ തപസ്സിൻ്റെ പ്രഭാവം വല്ല കന്ദമൂലഫലാഹാര വല്ല കിഴങ്ങുകൾ അല്ലെങ്കിൽ വേരുകൾ ഇതോ കഴിച്ചുകൊണ്ട് കുറച്ച് കാലം തപസ്. അതിന് ഒന്നും കഴിക്കാതിരിക്കുകയല്ല, കുറേശ്ശെ കുറച്ച് വരാൻ വേണ്ടിയിട്ട് കിഴങ്ങുകൾ കഴിക്കുക അല്ലെങ്കിൽ കായകൾ കഴിക്കുക. അങ്ങനെ കുറച്ച് കാലം കഴിച്ചു കൂട്ടി അവിടുന്നും വീണ്ടും കൂട്ടിയിട്ടാണ് ഉണങ്ങിയ ഇലകൾ പുല്ലൊക്കെ ആയി ഭക്ഷണം. കന്ദമൂലഫലാഹാര ശുഷ്ക പർണാശന കൊജിൽ. അങ്ങനെ ഉണങ്ങിയ ഇലയും പുല്ലും മാത്രമായി. പിന്നെ അവിടുന്നും കൂടി ശക്തി കൂട്ടിയിട്ടാണ് അഭക്ഷ കതിജിൽ പക്ഷാൻ. കുറച്ച് ദിവസം വെള്ളം മാത്രം കുടിക്കുക. അഭക്ഷ കതിജിൽ പക്ഷാൻ. കുറച്ച് ദിവസം വെള്ളം മാത്രമായി. പിന്നെ വെള്ളവും വേണ്ടെന്ന് വെച്ചു വായുപക്ഷസ്തപരം. പിന്നെ വായു ശ്വസിക്കുക മാത്രം. ഏതാണ് ധ്രുവന്റെ തപസ് പോലെ. ധ്രുവനും ആദ്യത്തെ മാസം ഓരോ മാസം കഴിയുമ്പോൾ തപസ് കൂട്ടി വന്ന കൂട്ടത്തിൽ ഇവിടെ ദിവസങ്ങളുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊന്നും മാറ്റം വരുത്തുക. ആദ്യം തന്നെ വല്ല കിഴങ്ങോ കായകളോ കഴിച്ചുകൊണ്ട് പിറ്റേത്ത് അവിടെ ആണെങ്കിൽ വേവിക്കാൻ പാടില്ല, രസം കൂട്ടാൻ പാടില്ല, ഒന്നും പറ്റില്ല. കടിക്കാൻ വയ്യെങ്കിൽ കരിങ്കല്ല് കൊണ്ട് ഇരിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ കടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ വിഷയമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ജീവിതം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും കയറി വന്നിട്ടാണ് വെള്ളം മാത്രമായി. പിന്നെ വായു മാത്രമായി കഴിഞ്ഞു.
പിന്നെ അതും വിട്ടിട്ടാണ് ഗ്രീഷ്മേ പഞ്ചതപാവീരോ വരുഷാശ്വാസാരഷാൺമുനി ആകണ്ഠമഗ്ന ശിശിരേ ഉദകേ സ്തണ്ടിലേശയ. നല്ല വേനൽക്കാലത്ത് ചൂടുള്ള കാലത്ത് 4 ഭാഗത്തും തീ കൂട്ടും. 4 ഭാഗത്തും തീ കൂട്ടിയിട്ട് മുകളിൽ സൂര്യഭഗവാൻ ശോഭിക്കുകയും ചെയ്യും. ഇങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിലാണ് അദ്ദേഹം തപസ്. ചൂടുള്ള കാലത്ത് ചൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യാന്നാണ്. അതും ഗ്രീഷ്മേ പഞ്ചതപാവീരോ വരുഷാശ്വാസാരഷാൺമുനി. ഇങ്ങനെ അഗ്നിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുക. മഴക്കാലത്തായാൽ മഴ കൊണ്ടാണ് വരുഷാശ്വാസാരഷാൺമുനി. ഈ മഴ മുഴുവൻ കൊണ്ടുകൊണ്ട് ശരീരത്തിൽ മഴ കൊണ്ടുകൊണ്ട് തപസ് ചെയ്യുക. നല്ല തണുപ്പ് കാലമാണെങ്കിൽ ഇതൊന്നും മാറ്റം വരുത്തിയിട്ടാണ് മഴക്കാലത്ത് മഴ കൊണ്ടുകൊണ്ടും വേനൽക്കാലത്ത് 5 അഗ്നിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും തണുപ്പ് കാലമായാൽ ആകണ്ഠമഗ്ന ശിശിരേ ഉദകേ സ്തണ്ടിലേശ. കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആകണ്ഠമഗ്ന കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തപസ് ചെയ്യും. സദാസമയത്തും അദ്ദേഹം ആണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ എപ്പോഴും സൂര്യൻ ഉണ്ടാവില്ല. അസ്തമനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മഴ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹം നിലത്തെ കിടക്കുള്ളൂ എന്നാണ്. ഉദകേ സ്തണ്ടിലേശയ. നിലത്തെ അദ്ദേഹം കിടക്കുള്ളൂ. അങ്ങനെ കടന്നു നാളെ ആചാര്യൻ പറയണ്ടായി നിലത്തെ കിടക്കുള്ളൂ. അദ്ദേഹം ഒരു വിരിയും കൂടി വിരിക്കാറില്ല. നല്ല തണുപ്പ് ഒട്ടും വയ്യാണ്ടായ ഒരു വിരി എടുക്കുന്ന തലയിലില്ല, കിടക്കില്ല, പായൊന്നുമില്ല. ശരീരം സമ്മതിക്കണ്ടേ? വേണ്ടത് അങ്ങനെയായി നമുക്ക് അത്ര ആയിട്ടില്ല. കാരണം ഇതൊക്കെ ഈശ്വരനെ സേവിക്കാനാണെന്ന ഭാവത്തിലേക്കാണ്. അവ ശരീരത്തെ അല്ല സംരക്ഷിക്കേണ്ടത്, ഈശ്വരനെ സേവിക്കുന്ന ഭാവത്തിൽ ഇദ്ദേഹം നല്ല വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലും അതുപോലെ മഴക്കാലത്ത് മഴ കൊണ്ടുകൊണ്ടും തണുപ്പ് കാലത്ത് കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ആകണ്ഠമഗ്ന ശീതോദേ ഉദകേ സ്തണ്ടിലേശ. നിലത്ത് മാത്രം കടന്നുകൊണ്ട് തിദിക്ഷുർ യഥവാഗ്ദാന്ത ഊർധ്വരേതാജിധാനിര ആദിരാധയേഷു കൃഷ്ണം അജലത്തപൗത്തമം. ഒക്കെ സഹിച്ചുകൊണ്ട് തിദിക്ഷു, ഇവിടാണ് സഹനശക്തി കൂടുതൽ വേണ്ടതെന്നാണ്. എല്ലാം സഹിച്ചുകൊണ്ടതും വിശപ്പ്, ദാഹം, തണുപ്പ്, ചൂട് എന്തൊക്കെ ശരീരത്തിൽ വന്നാലും അത് മുഴുവൻ സഹിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുന്നു. തിദിക്ഷു യഥവാഗ്ദാന്ത സഹിച്ചാലും ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ കണ്ട്. ദേഷ്യം വരുന്നില്ല എന്ന് കാണിക്കുകയാണ്. ദേഷ്യം വന്നാൽ വാക്ക് പുറത്തേക്ക് വരും. ഒരു വാക്കും ഉച്ചരിക്കാതെ കണ്ട് വാക്കിനെയും അടക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ടാണ് ഒന്നിനോടും താല്പര്യമില്ലാതെ കണ്ട അദ്ദേഹം പ്രാണായാമത്തിൽ കൂടി ശ്വാസജയത്തെ വന്ന് സദാസമയത്തും ചിന്തിക്കുന്നത് കൃഷ്ണമജരത്തവ ഉത്തമം. ഭഗവാനെ തന്നെ ചിന്തിക്കണു. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഉത്തമമായ തമസ് ആരംഭിച്ചത്. ഇതിൻ്റെ ഉദ്ദേശം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. തേന ക്രമാനുസിദ്ധേന ദുസ്തകർമാമലാശയ പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗ ഛിന്നബന്ധന. ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ തപസ് കൂട്ടി ക്രമേണ കുറേശ്ശെ കൂട്ടി വന്നു. തേന ക്രമാനുസിദ്ധേന ക്രമത്തിൽ തപസ്സിനെ കൂട്ടി കർമ്മങ്ങളെല്ലാം നശിച്ച് ആ ഫലത്തെയും ഈശ്വരന് സമർപ്പിച്ചത്. ഇങ്ങനെ കൂട്ടി വന്നിട്ടുള്ള അവസ്ഥ കൂടി മറ്റെല്ലാം പോയി കഴിഞ്ഞതാണ്. കാരണം ഇനിയൊരു ജന്മം പോലും എടുക്കാനുള്ള കർമ്മം ഇല്ലാതെ കണ്ടാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനും സമർപ്പിച്ചുകൊണ്ട് അതിനകത്ത് അവസ്ഥയാണ്. അങ്ങനെ ആ പ്രാണനെ ഒതുക്കിക്കൊണ്ട്
പ്രാണായാമൈ സന്നിരുദ്ധ ഷഡ്വർഗ ഛിന്നബന്ധന പ്രാണനെ പൂരകം കുംഭകം രേചകം ഈ മാർഗത്തിൽ കൂടി പ്രാണനെ ഒതുക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെയും ഒതുക്കി മനസ്സിനെയും അടക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് പുറത്തേക്ക് പോവില്ല എന്ന ഭാവം എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് വിഷയങ്ങളോട് ലവലേശം താല്പര്യമില്ലാതെ കണ്ട അദ്ദേഹം മുക്തനായി തന്നെ കഴിഞ്ഞു. ഇപ്പം തന്നെ അദ്ദേഹം നിർമുക്തനായി ഭവിച്ചു എന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ പ്രഭാവം. അതാണ് സനൽകുമാരോ ഭഗവാൻ യഥാ ആധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷമഭജൽ പുരുഷഋഷഭ. പൃഥുമഹാരാജാവ് സനൽകുമാര മഹർഷി എന്നും ആത്മജ്ഞാനത്തെ നേരത്തെ കേട്ടിട്ട് ആ മാർഗമാണ് ശരിയായ മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തിയോഗത്തിൽ കൂടി ഈ മാർഗത്തിൽ കൂടി സനൽകുമാര മഹർഷി പറഞ്ഞ മാർഗത്തിൽ കൂടി തന്നെ പൃഥുമഹാരാജാവ് ഈശ്വരനാണ് സേവിച്ചു ഭജിച്ചു എന്നാണ്. സനൽകുമാരോ ഭഗവാൻ യഥാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷം അഭജൽ പുരുഷഋഷഭ. സനൽകുമാര മഹർഷി ഉപദേശം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് 22-ാം അധ്യായത്തിൽ ആ ഉപദേശം സ്വീകരിച്ച ആ ഉപദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഋഷീശ്വരൻ പറഞ്ഞ വാക്ക് ആണ് ശരിയായ മാർഗം എന്ന് മനസ്സിലാക്കി, ഉത്തമമായ മാർഗം അതാണെന്ന് മനസ്സിലാക്കി ഭക്തിയോഗത്തിൽ കൂടി ഇങ്ങനത്തെ അവസ്ഥ അനുഷ്ഠിച്ച് ഈശ്വരനെ സർവാത്മന ഭജിച്ചു. ഭഗവത് ധർമ്മിണ സാധോ ശ്രദ്ധയാ യതസ്വദ ഭക്തിർ ഭഗവതി ബ്രഹ്മണ്യധന്യ വിഷയാഭവൻ. എല്ലാ അനുഷ്ഠാനങ്ങളും വാസ്തവം ഭഗവാന്റെ പ്രീതിക്കായിട്ട് സമർപ്പിച്ചതോടുകൂടി ആ ഭഗവാന് എല്ലാ കർമ്മവും സമർപ്പിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങൾ ശുദ്ധായി. പൃഥുമഹാരാജാവ് ഈശ്വരൻ തന്നെയാണ്. ശുദ്ധായി കഴിഞ്ഞ് ആ ശ്രദ്ധയോടുകൂടി സനൽകുമാര മഹർഷി പറഞ്ഞ തപസ്വിനെ അനുഷ്ഠിച്ച് അദ്ദേഹം വാസ്തവം ആ മനസ്സ് ഇളകാത്തൊരു ഭാവത്തിലായിക്കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ തന്നെ ഉറച്ചുപോയി. ആ ഭക്തിയിൽ കൂടി ഭഗവാനിൽ അങ്ങോട്ട് ഉറച്ച് മനസ്സ് ഇളകാതെയായി നിശ്ചലായി പോയുള്ള അവസ്ഥ. തസ്യാഹനയാ ഭഗവത പരികർമ്മ ശുദ്ധസത്വാത്മനസ്തധനു സംസ്മരണാനുപൂർത്യ ജ്ഞാനം വിരക്തിമതഭൂന്നിശിതേന യേന ശിച്ഛേദ സംശയപദം നിജജീവകോശം. ആ ഭക്തി അങ്ങോട്ട് പൂർണ്ണമായതോടുകൂടി ആ മോക്ഷത്തിന് പുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ട ഭാവത്തെ എത്താൻ സാധിച്ചു എന്നറിഞ്ഞ് അതും ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ധർമാനുഷ്ഠാനങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ 3 ഗുണങ്ങളെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാതാക്കി സത്വഗുണവും ക്രമേണ നിർഗുണമായുള്ള അവസ്ഥയ്ക്ക് ഉയർന്നു വന്നു. മനസ്സായ ശുദ്ധമായി ആ ധ്യാനത്തിൽ കൂടി ഭഗവാന്റെ സ്മരണ പൂർണ്ണമായതോടുകൂടി വിഷയങ്ങൾക്ക് മനസ്സ് പോവാതെ, വിഷയങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ കണ്ട് ഇതര വിഷയത്തേക്ക് മനസ്സ് പോവാതെ കണ്ട് പൂർണ്ണ വൈരാഗ്യം വിഷയത്തിൽ നിന്നും വന്ന് ആത്മജ്ഞാനം ഉദിച്ചുകൊണ്ട് വിഷയങ്ങൾക്ക് കാരണമായുള്ള ഹൃദയം അങ്ങോട്ട് പൊട്ടി ഗ്രന്ഥിയാണ് പോയതോട് കൂടിയിട്ട് എല്ലാ സംശയവും തീർന്നു. ചിച്ഛേദ സംശയപദം നിജ ജീവകോശം. എല്ലാ സംശയവും തീർന്നു. അതും ജ്ഞാനം വിരക്തി മതഭൂന്നിശിതേന ഏന. ജ്ഞാനം പരിശുദ്ധമായ ജ്ഞാനം വന്നോടുകൂടി വിഷയങ്ങളിൽ വിരക്തിയും വന്നുപോയി. അതുകൊണ്ട് ഹൃദയഗ്രന്ഥിയും പോയി കഴിഞ്ഞു. എല്ലാ സംശയവും തീർന്നു കഴിഞ്ഞ് മനസ്സ് ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞു. ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹസ്തത്യജേഷിനതിതം വയുനേന യേന യാവന്ന യോഗഗതിഭി യതിരപ്രമത്തോ യാവദ്ഗതാകഥാസുരതിന്ന കുര്യാൽ. ആത്മാവല്ലാതെ കണ്ട് വേറൊന്നുമില്ല, പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായി ശോഭിക്കുന്നതെന്ന് ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേഹമായിട്ടുള്ള ബന്ധത്തെ വേണ്ടാന്ന് വെച്ചു. യാതൊരു ബന്ധവും ദേഹമായിട്ടില്ല, ഞാൻ ഈശ്വരനാണ് ഭാവത്ത് ഉൾക്കൊള്ളാൻ സാധിച്ചോടുകൂടി ഈ ശരീര സംരക്ഷണം പിന്നെ ആവശ്യമില്ല. ഞാൻ ആത്മാവെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ പിന്നെ ശരീരത്തിന് സോപ്പ് തേക്കിയ ഒന്നും
പിന്നെ ഒന്നും വേണ്ട, ശരീരമായിട്ട് യാതൊരു ബന്ധം ഇല്ലാതെ വേണ്ട, ശരീരത്തിന് വേണ്ട കർമ്മങ്ങളും അപഭക്ഷണം വേണ്ട, കുടി വേണ്ട, ഒന്നും വേണ്ടാതെ കൊണ്ട് ഏതാണ്ട് തൃതീയ സ്കന്ധത്തിലെ ദേവിയുടെ കഥ പറഞ്ഞിട്ടവിടെ അവിടെ ആ ദേവഹൂതിയുടെ കഥ പറയുമ്പോൾ അവിടെ വർണ്ണിക്കുന്നുണ്ട് എങ്ങനെ ഭക്തി ശുശ്രൂഷ കൊണ്ട് ഒന്നും വയ്യാത്ത അവസ്ഥ. ഇവിടെ ഈശ്വര ആരാധന കൊണ്ടാണ് ശരീരധർമ്മം ഒന്നും വേണ്ട എന്നുള്ള ഭാവത്തിൽ കുഞ്ഞു അതൊക്കെ വിടും ചെയ്തു. ശരീരധർമ്മങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഇപ്പൊ ഒന്ന് മാത്രമായി, മറ്റൊന്നും വേണ്ട, താനും ഇല്ല, തൻ്റേതും ഇല്ല, ശരീരം പോലും നോക്കാതെ കണ്ട് സദാ ഒന്ന് ഒഴിവാക്കാൻ വയ്യ. എന്താ ഒഴിവാക്കാൻ പറ്റാത്ത ഭഗവാന്റെ കഥകളൊക്കെ, ഭഗവാന്റെ കഥകൾ ഒഴിവാക്കാൻ വയ്യാതെ കണ്ട ശ്രീകൃഷ്ണ കഥയിൽ മനസ്സ് അങ്ങോട്ട് ഉറച്ചു എന്നാണ്. അങ്ങനെ ഉറച്ചോടുകൂടി ആ കഥയിൽ മനസ്സ് അങ്ങോട്ട് ഉറക്കിയ കാരണം ഈ ശരീരം ഉപേക്ഷണ കാലം വരെ ഇത് വേറൊന്നും ചിന്തയില്ലാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിൽ കൂടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട്, ഒരു പ്രയാസവും ഇല്ലാതെ കണ്ട് ആ കഥയിൽ മനസ്സോർപ്പിച്ചോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇത് മഹാരാജാവിന്. അങ്ങനെ ഭഗവാൻ തന്നെ മനസ്സോർപ്പിച്ചുകൊണ്ട് ഏവം സവീര പ്രവര സംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢങ്കാലേ തത്യാജ സ്വം കളേവരം. ഇന്ദ്രിയങ്ങളെ ജയിച്ചതുകൊണ്ട് ഈ പൃഥുമഹാരാജാവിന് ഈശ്വരന് മനസ്സർപ്പിക്കൊണ്ട് താൻ ഈശ്വരനായി എന്ന ഭാവത്തിൽ ആ സ്ഥിരമായ മനസ്സ് ബ്രഹ്മത്തിൽ ഓർത്തു നിൽക്കുക കാരണം, മനസ്സിനെ ഭഗവാനിൽ ഓർപ്പിക്കുക കാരണം പിന്നെ ഒന്നും ചിന്തിക്കാതെ ആയിക്കഴിഞ്ഞു. അതോടുകൂടി ആ പ്രാരബ്ധം കഴിയും ചെയ്തു, ശരീരത്തെ വിടും ചെയ്തു, ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ശരീരത്തെ വിട്ട് ആ ജീവൻ പുറത്തേക്ക് ഇറങ്ങി ശരീരത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഭാവത്തിൽ ശരീരത്തെ വിടാൻ പൃഥുമഹാരാജാവിന് സാധിച്ചു. സംബീഡ്യ പായും പാർഷ്ണിഭ്യം വായുമുത്സാരയൻ ശനയ്യ നാഭ്യാം കോഷ്ടേഷു അവസ്ഥാപ്യ ഹൃദുരകണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണ ആവേശ്യ നിസ്പൃഹ വായൗ ക്ഷിതൗ കായം തേജസ്തേജസ്യ യൂയുജൽ. ആ യോഗമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ്. ആ ഉപേക്ഷിച്ച് തന്നെ വീണ്ടും വർണ്ണിക്കുന്നു. കാരണം നേരെ ഇരുന്നു കൊണ്ട് ആസനജയം വന്നുകൊണ്ട് ആ കാലൊക്കെ വേണ്ട പോലെ വെച്ച് പ്രാണനെ മെല്ലെ മെല്ലെ ഒതുക്കി പ്രാണവായുവിനെ മെല്ലെ കയറ്റിക്കൊണ്ട് ഈ ആറ് മൂലാധാരത്തു നിന്നും പൊന്തി വന്ന് ഇതിന് ഓരോന്ന് കയറ്റി കൊണ്ടുവന്ന് മണിപൂലകത്തു നിന്നും അനാഹത്തു നിന്നും എല്ലാം കയറ്റി കൊണ്ടുവന്ന് കണ്ഠത്തെത്തിയിട്ടാണ് അവിടെ വിശുദ്ധിയിലെത്തിക്കൊണ്ട് കുറച്ചവിടെ നിന്നു എന്നാണ്. എന്നിട്ട് അവിടെ നിന്നും പുരികത്തിൻ്റെ ഉള്ളുകൂടെ മേപ്പെട്ട് കയറിയിട്ട് അങ്ങനെ കയറിയാണ് പോയി ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ദേഹത്തൊന്നും പുറത്തേക്കാണ് പോയിന്ന്. ഒരു വിഷമവും ഉണ്ടാവില്ല. പഞ്ചഭൂതങ്ങളായ ശരീരത്തെ വിടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ആ വായുവിനെ കയറ്റി കൊണ്ടുവന്ന് ആണ് യോജിപ്പിച്ച് ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ്. ധാന്യാകാശേ ദ്രവന്തോ യേ യഥാസ്ഥാനം വിഭാഗശ ക്ഷിതിമംഭസത്തേജസ്യതോ വായൗ നഭസ്യമും. ഇങ്ങനെ ആ ശരീരത്തൊന്നും ജീവാത്മാവിനെ പുറത്തേക്കിറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് അതിൽ ഈശ്വരൻ ലയിപ്പിക്കാൻ സാധിച്ചു പൃഥുമഹാരാജാവിന്. ഇന്ദ്രിയേഷു മനസ്ഥാനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാം ഉന്യുൽകൃഷ്യ മഹത്യാത്മനി സന്തതേ. മഹാത്മാക്കള് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, ശബ്ദാദി വിഷയങ്ങളെ നിയന്ത്രിച്ച്, അതും തന്മാത്രകളെയും നിയന്ത്രിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളും ഒക്കെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ അഹങ്കാരത്തെ മഹത്വത്തിൽ ലയിപ്പിച്ച് ആ മഹത്വത്വം ഭഗവാനിൽ ലയിക്കുമ്പോൾ ലയിച്ചു. തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യഥാൽ
മഞ്ചാനുഷയമാത്മസ്ഥം അസാവനുഷയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഹാൽ പ്രഭു. ആ ജ്ഞാനവിജ്ഞാന വൈരാഗ്യം പൂർണ്ണമായതോടുകൂടി ആ സിദ്ധിയെ സ്വീകരിച്ച് ആ ദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടും മഹാരാജാവിനുണ്ടായില്ല. ദേഹത്തെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയിന്ന. ഇവിടെ പത്നിയാണെങ്കിൽ അത്യന്നാമ മഹാരാജ്ഞി തൽപത്ന്യനുഗതാവനം സുകുമാര്യതരിഹാച യത്പദ്ഭ്യാം സ്പർശനം ഭുവ. ചക്രവർത്തിയുടെ പത്നി പർച്ചീസ് മഹാരാജ്ഞി ഈ ശരീരത്യാഗത്തെ അറിഞ്ഞോട് കൂടിയിട്ട് ആ പാദങ്ങള് വാസ്തവം സ്പർശിക്കാൻ പോലും തനിക്ക് അർഹതയില്ലാന്ന് തോന്നിപ്പോയി. ആദ്യം ഇങ്ങനെ യോഗത്തിൽ കൂടിയിട്ട് ഈശ്വരപാദത്തിലേക്ക് എത്താൻ സാധിച്ച ഭർത്താവിൻ്റെ അവസ്ഥയെ പാതിവ്രത്യം അനുഷ്ഠിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആ തപോവൻ തന്നെ അവിടെ പ്രവേശിച്ചു. അതുപോലെ തന്നെ എന്നാൽ ആ ഭർത്താവിന് ഇത്രയും കാലം എങ്ങനെയാണോ ഭർത്താവിനെ ശുശ്രൂഷിച്ചത് അത് ഇവിടെയാണ് കാണിച്ചു എന്നാണ്. ഭർത്താവിനെ ശുശ്രൂഷിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതീവ ഭർത്തൃവ്രതധർമ്മനിഷ്ഠയ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശനമാനനിർവൃതി. ഭർത്താവിനെ പോലെ തന്നെ ഭർത്താവ് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അത് മുഴുവൻ കണ്ടിരുന്നതാണ്. ഭർത്താവ് നിലത്തേ കിടക്കുള്ളൂ, താനും എനിക്ക് ഭർത്താവ് നേരത്തെ കിടക്കുമ്പോൾ താനും കിടക്കും. അതും ഭർത്താവ് ഭഗവാനെ സേവിക്കുകയാണ്, താനും ഭഗവാനെ സേവിക്കുക. അങ്ങനെ ആക്കി മാറ്റി. പിന്നെ ഭർത്താവ് അവസാന സമയത്തൊക്കെ ഭക്ഷണങ്ങളെ മുഴുവൻ വേണ്ടാന്ന് വെച്ച് കിഴങ്ങുകളും അതുപോലെ ഇലയൊക്കെ കഴിച്ചിരുന്നു, താനും അങ്ങനെയാക്കി. ഇല കഴിക്കുക, അങ്ങനെ കിഴങ്ങ് കഴിച്ചുകൊണ്ട് ശരീരത്തെ കൃഷിയാക്കി മാറ്റി. ആ ഭർത്താവിൻ്റെ പാദസ്പർശം ഇതൊക്കെ ഓർത്തുകൊണ്ട് ആ ഭർത്താവിൻ്റെ യോഗത്തെ മനസ്സിലാക്കിയിട്ട് യാത്രയെ മനസ്സിലാക്കിയിട്ട് ലവലേശം ദുഃഖം ഉണ്ടായില്ല. പ്രേയസ്കരസ്പർശന മാനനിർവൃതി ദുഃഖമില്ലാതെ കണ്ട് ആ ദേഹത്തെ ദേഹം വിപന്നാഖില ചേതനാധികം പത്യു പൃഥിവ്യാദൈതസ്യ ജാത്മന ആലക്ഷ്യ കിഞ്ചിച്ച വിരവ്യസാസതീ ചിതാമധാരോപയദ്രിസാനുനി. ഒന്നിച്ചു പോവാൻ വേണ്ടി തീരുമാനിച്ച ആ പത്നി ഭർത്താവിൻ്റെ ദേഹത്തെ അതും ഭർത്താവിനോടൊപ്പം പോവാൻ വേണ്ടി ഒന്നിച്ച് അവതരിച്ച് ഒന്നിച്ച് ലീലയാടിച്ച് ഒന്നിച്ചു പോവാൻ പുറപ്പെട്ടപ്പോണ്ടായ അവസ്ഥയാണ്. എല്ലാം വിട്ട് പതിവ്രതയായ ആ പർച്ചീസ് ഭർത്താവിനോട് കൂടിയിട്ട് ഒന്നിച്ചു പോവാൻ തന്നെ തീരുമാനിച്ചെങ്കിലും ആദ്യം ഒന്ന് കുറച്ചൊരു വിഷമം വന്നു വാസ്തുവെന്നാണ്. ദേഹം വിപന്നാഖില ചേതനാധികം പത്യു പൃഥിവ്യ. ഭർത്താവിൻ്റെ ദേഹത്തെ അവിടെ കണ്ടപ്പം ജീവനില്ലാന്ന് മനസ്സിലാക്കിയപ്പം കുറച്ചൊന്ന് വിഷമിച്ചെങ്കിലും പിന്നെ വിഷമത്തെ ഒതുക്കി. ഇത് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് എന്ന ഭാവത്ത് ദേഹത്തെ ആ വിഷമത്തെ ഒതുക്കിക്കൊണ്ട് ഭർത്താവിൻ്റെ ശരീരം വെക്കാൻ വേണ്ടി ചിതയൊക്കെ വേണ്ട പോലെ കുട്ടിയുന്ന ചിതാമധാരോപയദ്രിസാനുനി. വേണ്ട പോലെ ചിത കൂട്ടിയിട്ട് വിറക് കൊണ്ടുവന്ന് ചിത കൂട്ടി ശരീരത്തെ ആ ചിതയുടെ മുകളിലേക്കാണ് വെച്ചു. ഭർത്താവ് ശരീരത്തെ ചിതയുടെ മുകളിലേക്ക് വെച്ച് വിധായ കൃത്യം ഹൃദനീജലാപ്ലുതാദത്വോദകം ഭർത്തുരുദാരകർമ്മണ നദ്വാദിവിസ്ഥാം സ്ത്രീദശാം സ്ത്രീ പരീത്യ വിവേശവന്യം ധ്യായതീ ഭർത്തൃപാദവും. ചിതയിലെ ഭർത്താവിൻ്റെ ദേഹത്തിൽ വെച്ച് അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ്. കുളിച്ചു വന്ന് അതും നദിയിൽ പോയിട്ട് വിധായ കൃത്യം ഹൃദനീ ജലാപ്ലുത നദിയിൽ പോയി കുളിച്ചു വന്ന് ദത്തോദകം ഭർത്തുരുദാരകർമ്മണ ആ ഉദകത്തെ ഭർത്താവിന് സമർപ്പിച്ച് വീണ്ടും കുളിച്ചു വന്ന് ആ വേണ്ട പോലെ കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉദകത്തെ സമർപ്പിച്ച് ദേവന്മാരൊക്കെ നമസ്കരിച്ചു എന്നാണ്. ഭർത്താവിൻ്റെ ഈ ഗതി താനും അതുപോലെ അനുഷ്ഠിക്കാൻ പോവാന്നുള്ള ഭാവത്തില് ഈ കർമ്മത്തെ ചെയ്ത് നത്വാദിവിസ്ഥാം ത്രിദശാം സ്ത്രീ പരീത്യ ദേവന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ പാദത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആ ചിതയ്ക്ക് തീയാണ് കൊളുത്തിയെന്നാണ്.
കത്തി വരുമ്പം ആ അഗ്നിയിലേക്ക് ഈ പർച്ചിസ് മഹാരാജ്ഞങ്ങൾ പ്രവേശിച്ചു. ആ ധ്യായതി ഭർത്തൃപാദോ, ഭർത്താവിൻ്റെ പാദത്തെ ധ്യാനിച്ചുകൊണ്ട്, വേഷവന്യം ധ്യായതി ഭർത്തൃപാദോ, ഭർത്താവിൻ്റെ പാദത്തെ ധ്യാനിച്ചുകൊണ്ട് അഗ്നിയിലേക്കാണ് പ്രവേശിച്ചു എന്നാണ്. വിലോക്യ അനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടൂർവരദാ ദേവയ്യ ദേവപത്നിയ സഹസ്രശ. ഇങ്ങനെ പരമപുരുഷാർത്ഥത്തെ പൃഥുവിനോടൊപ്പം സാധിച്ചു ജയം വന്ന്, അതും വീരനായിട്ട് ഭർത്താവിനോട് കൂടി പൃഥുവിനെ അനുസരിച്ച് ആ പൃഥുവിനോട് കൂടി ശരീരത്യാഗം ചെയ്ത ആ പതിവ്രതയായ അർച്ചിസ് മഹാരാജ്ഞി വേണ്ട പോലെ ദേവസ്ത്രീകൾ പോലും ഈ അർച്ചിസ് മഹാരാജ്ഞിയുടെ മഹാഭാഗ്യത്തെ ഓർത്ത് അവർ പോലും സ്തുതിക്കാൻ തുടങ്ങിയ കുവദ്യ കുസുമാധാരം തസ്മിൻ മന്ദരസാനുനി തദൽ സമരതൂര്യേഷു ഗണന്തി സ്മ പരസ്പരം. ഇങ്ങനെ അവരെ ദേവസ്ത്രീകളൊക്കെ പറയാൻ തുടങ്ങി. ഇവരെ ഒന്നിച്ച് ഒന്നിച്ച് ലീലയാടിയിട്ട് ഒന്നിച്ചെന്നെ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു എന്നാണ്. ഇതൊന്നും സ്വതവേ ആർക്കും പറ്റാറില്ല. ഇവിടെ പൃഥുമഹാരാജാവും പത്നിയും ഒന്നിച്ച് ലീലയാടി ഒന്നിച്ച് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു എന്ന ദേവസ്ത്രീകൾ പോലും പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് കുർവത്യ കുസുമാഹാരം തസ്മിൻ മന്ദരസ, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അവർ പോലും പറഞ്ഞു പോയിന്നാണ്. അഹോയം വധൂർധന്യാ ചൈവം ഭൂഭുജാം പതിം സർവാത്മനാ പതിം ഭേജേ യജ്ഞേശം ശ്രീയർവധൂരിവ. എല്ലാവരെയും പോലെ അല്ല പൃഥുമഹാരാജാവെന്നാണ്. ഈ പൃഥുമഹാരാജാവ് ജനങ്ങളെ പരിപാലിക്കുന്ന പൃഥുമഹാരാജാവ് സ്വന്തം ഭർത്താവായ അർച്ചിസ്, അതുപോലെ തന്നെ ജനങ്ങളെ രാജാവിനെ നോക്കുന്ന കൂട്ടത്തിൽ ഒരു പതിവ്രതയായ പത്നി തൻ്റെ ഭർത്താവിനെ വേണ്ട പോലെ നോക്കിയെന്നാണ്. അങ്ങനെ വേണ്ട പോലെ നോക്കിക്കഴിഞ്ഞ് അവസാനം വരെ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ചു പോവാൻ സാധിച്ച ഈ പെൺകുട്ടി അർച്ചിസ് മഹാരാജ്ഞി വാസ്തവം ധന്യ തന്നെയാണ്. അഹോയം വധൂർ ധന്യ, ഇവരാണ് വാസ്തവം ധന്യ എന്ന് അവർ ദേവസ്ത്രീകൾ പോലും പറഞ്ഞു. ഇങ്ങനെ സാധിക്കണ്ടേ, ഒന്നിച്ച് ലീലയായി ഒപ്പം പോവാൻ സാധിക്കണ്ടേ? എന്നാ ഉള്ള സമയം മുഴുവൻ സർവാത്മനാ പതിം ഭേജേ, ഭർത്താവിനെ ശുശ്രൂഷിച്ചു. സൈഷാനൂനം വ്രജൂർധമനുവൈന്യം പതിം സതീ പശ്യതാസ്മാനധീത്യാർച്യർ ദുർവിഭാവേന കർമ്മണ. എന്നാൽ ഈ പദവിയെ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിനോട് കൂടി തപസ്സനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ സുഖഭോഗങ്ങളും മുഴുവൻ ഭർത്താവ് വേണ്ടാന്ന് വെച്ചപ്പം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിനൊപ്പം പോന്നു. അങ്ങനെ ഭർത്താവിനോട് കൂടി ആ ദുഃഖപൂർണമായുള്ള അനുഭവം അനുഭവിച്ചുകൊണ്ട് നിലത്ത് കിടക്കുക, തന്തങ്ങളും മൂലങ്ങളും ഫലങ്ങളും കഴിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ച് ആ ഭർത്താവിനോട് കൂടി ഭർത്താവിനെ ചിതയിൽ സമർപ്പിച്ച് അത് താനും കയറിയിരിക്കുക കിടക്കുക എന്നുള്ള കാര്യം സാധാരണ സ്ത്രീകൾക്ക് വാസ്തവത്തൊന്നും അനുഷ്ഠിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെ ചെയ്യാൻ സാധിച്ചു. അപ്പം ആ കർമ്മം കൊണ്ട് ഈ പതിവ്രത വാസ്തവം ലോകത്തില് പൂജിക്കപ്പെടുന്നവളായിട്ട് മാറിയുന്ന പതിവ്രതകൾക്കുള്ള പ്രധാനമായ സ്ഥാനം. ഇങ്ങനെ ഭർത്താവിനെ സർവാത്മന സേവിക്കുന്ന ആൾക്കാർക്ക് വിഷ്ണു ലോകമാണ് കിട്ടാൻ പോകുന്നത്. വിഷ്ണു ഭഗവാനെ ലക്ഷ്മീദേവി പൂജിക്കും പോലെയാണ് അർച്ചിസ് മഹാരാജാവിനെ സേവിച്ചത്. അതുകൊണ്ട് അവർക്ക് വൈകുണ്ഠലോകം തന്നെ. തേഷാം ദുരാപം കിന്ത്വന്മത്യാനാം ഭഗവത്പദം ഭുവി ലോലായുഷോ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്ത്യുത. ഇങ്ങനെ മരണം വരെ ഒന്നിച്ച് ജീവിച്ച് അതും ഒന്നിച്ച കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആയുഷ്കാലം മുഴുവൻ ഭർത്താവിനോട് കൂടിയിട്ട് സുഖമായി ജീവിക്കാൻ സാധിച്ച് ഭഗവാന്റെ ലോകത്തെ പ്രാപിച്ചു. സാധാരണക്കാർക്ക് ഇതൊന്നും പറ്റില്ലെന്ന്. അപ്പം അങ്ങനെ പറ്റണമെങ്കിൽ ഭർത്താവിനെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വേണ്ട പോലെ ഒരു ദുഃഖവും ഇല്ലാതെ കണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ അവർക്കൊക്കെ വാസ്തവം വിഷ്ണുലോകം തന്നെ കിട്ടുന്ന.
ഇങ്ങനെ സ്തുപതീഷു അമരസ്ത്രീഷു പതിലോകം ജഥാവധു യം വാത്മവിദം ധുര്യോ വൈന്യപ്രാവാച്യുതാശയ. അങ്ങനെ പൃഥുമഹാരാജാവിൻ്റെ വൈകുണ്ഠയാത്രയാണ് ഇവിടെ വർണ്ണിച്ചത്. പത്നിയോടുകൂടി പത്നി പാതിവ്രത്യം അനുഷ്ഠിച്ചുകൊണ്ട് പത്നിയോടുകൂടി ഭഗവാനെ പ്രാപിച്ച പൃഥുവിൻ്റെ കഥ ഇത്തം ഭൂതാനുഭാവോസൗ പൃഥുസ്ത ഭഗവത്തമ കീർത്തിതം തസ്യ ചരിതം ഉദ്ദാമചരിതസ്യ ച. ഭക്തന്മാരിൽ ശ്രേഷ്ഠനായ പൃഥുമഹാരാജാവിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുമ്പം ഈ പൃഥുവിൻ്റെ കഥ കേൾക്കുന്ന ആൾക്കാർക്ക് കീർത്തിതം തസ്യ ചരിതം, അത് കീർത്തിക്കുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ പരമമായ ഫലത്തെ കിട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫലത്തെ കുറേ ആയിട്ട് ഇവിടെ പറയുന്നു. ഈ കഥ കേൾക്കാൻ സാധിച്ചാൽ യൈതം സുമഹൽ പുണ്യം ശ്രദ്ധയാ വഹിത പഠേൽ ശ്രാവയേൽ ശൃണുയാദ്വാഭി സപൃഥോ പദവീമിയാൽ. വളരെ മഹാത്മ്യേറിയായ പൃഥുവിൻ്റെ കഥ കേട്ടാൽ അത് വിശ്വാസത്തോടു കൂടി കേട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് അങ്ങനെ പഠിച്ച് ശ്രദ്ധയോടുകൂടി ഈ കഥ കേൾക്കുകയും അതും കേൾപ്പിക്കുകയും ചെയ്യാം. ശൃണുയാൽ ശ്രാവയൽ ശൃണുയാത്വാഭിന്ന കേൾപ്പിക്കുകയും ചെയ്താൽ അവർക്കൊക്കെ പൃഥുവിൻ്റെ പദവിയെ പ്രാപിക്കാൻ സാധിക്കുന്ന സപൃഥോ പദവിയാൽ പൃഥുവിനെ പോലെ ആയിത്തീരും. പിന്നെ ഓരോരുത്തർക്കും വേറെ വേറെ ഫലത്തെ പറയുന്നു. ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വി രാജന്യോ ജഗതീപതി വൈശ്യ പഠൻ വിദ്പതി ശൂദ്ര സപ്തമതാമിയാൽ. ബ്രാഹ്മണൻ ഈ കഥയെ കേൾപ്പിക്കുകയും ചെയ്താൽ ബ്രാഹ്മണന് ബ്രഹ്മ തേജസ് കൂടും. ക്ഷത്രിയന് അതുപോലെ ക്ഷത്രിയന് ലോകപാലനായിട്ട് ആ ശക്തിയെ കൂടും. വൈശ്യൻ മഹാധനികനായിട്ട് മാറും. ശൂദ്രൻ ശ്രേഷ്ഠനായിട്ട് മാറുന്ന ശൂദ്ര സപ്തമത നല്ലവനായി മാറും. അധികം ബലം കൊടുത്തത് ശൂദ്രനാണോ സംശയം? ഒന്നാവുന്നല്ലേ വാസ്തവം, ഒന്നാവല്ലേ വേണ്ടത്. അപ്പം ഭഗവാന്റെ കഥയ്ക്ക് ആർക്കും ചീത്ത അഭിപ്രായമില്ല. ഏറ്റവും താഴെയുള്ള ആളെ പോലും ഉദ്ധരിക്കാൻ ഭഗവാന്റെ കഥയ്ക്ക് സാധിക്കും. ശ്രദ്ധയോടുകൂടി കഥ കേൾപ്പിക്കുക രണ്ടും വളരെ പ്രധാനമാണ്. അതും 3 പ്രാവശ്യം കേൾക്കണം എന്നാണ് പറഞ്ഞത്. സ്ത്രീകൃത്വൈതവാകർണ്യ നരോ നാജധവാധൃത അപ്രജ സുപ്രജതമോ നിർധനോ ധനവത്തമ അസ്പഷ്ടകീർത്തി സുയശ മൂർഖോ ഭവതി പണ്ഡിത. 3 പ്രാവശ്യം വളരെ വിനയത്തോടുകൂടി ഈ കഥ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ കേൾപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യം ഈ പൃഥുവിൻ്റെ കഥ കേൾപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാം നന്മയുണ്ടാവും. അത് പുരുഷനായാലും സ്ത്രീയായാലും ആരായാലും ഇങ്ങനെ വേണ്ട പോലെ കേൾക്കാൻ സാധിച്ചാൽ അവർക്ക് സന്തതില്ലാത്ത ആൾക്ക് സന്തതി ഉണ്ടാവും. അപ്രജ സുപ്രജതമോ സന്തതില്ലാത്ത സന്തതി ഉണ്ടാവും. അതുപോലെ നിർധനോ ധനവത്തമ ധനം ഇല്ലാത്ത ആൾക്ക് ധനം ധാരാളം ഉണ്ടാവും. മാത്രവുമല്ല അസ്പഷ്ട കീർത്തി സുയശ ദുഷ്കീർത്തി പോയി സൽകീർത്തി ഉണ്ടാവും, നല്ല കീർത്തി ഉണ്ടാവും. മൂർഖോ ഭവതി പണ്ഡിത ഒന്നും അറിയാത്ത ആള് മഹാപണ്ഡിതനായിട്ട് മാറുന്ന. അപ്പം കഥ കേട്ടാൽ മതി, പാണ്ഡിത്യം ഉണ്ടാവാൻ വേറെ പഠിക്കാനൊന്നും പോകണ്ട. ഭഗവാന്റെ കഥകൾ കേട്ടാൽ തന്നെ ഒന്നും അറിയാത്ത ആള് മൂഢൻ പണ്ഡിതനായി മാറുന്ന അത്ര മാഹാത്മ്യന്റെ പൃഥുവിൻ്റെ കഥ 3 പ്രാവശ്യം തന്നെ കേൾക്കണം. പറ്റെങ്കിൽ അധികമാക്കാം അല്ലേ? സ്വാമിയാർ അതിലെ പറഞ്ഞത് 4 പ്രാവശ്യം. എന്നിപ്പോൾ തെടുങ്ങാൻ പോവുകയാണ്. അപ്പോൾ കേൾക്കും തോറും 3 പറയാൻ കാരണം പിന്നെയും കേട്ടോളും. കുറച്ച് പ്രാവശ്യം കേട്ടാൽ പിന്നെ കേൾക്കാതിരിക്കാൻ വയ്യാതെയാവും. ഇതം സ്വസ്ത്യയനം പുംസാം അമംഗല്യ നിവാരണം ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാവഹം. ശ്രദ്ധയോടുകൂടി കേട്ടാൽ ശരീരസുഖം ഉണ്ടാവുന്ന എല്ലാ നന്മയുണ്ടാവും. ശരീരസുഖം, ശരീരം നേരെ ആയാലേ നമ്മൾ ശ്രദ്ധ കിട്ടുള്ളൂ. ശരീരത്തിന് അസുഖം ഇല്ലാതിരിക്കണം, എന്നാലേ ഇതോ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരത്തിന് സുഖം ഉണ്ടാവും, പിന്നെ എല്ലാ അമംഗളങ്ങളും ഇല്ലാതാവും.
കേൾക്കുന്ന ആൾക്ക് ധന്യത ഉണ്ടാവും, യശസ്സുണ്ടാവും, ആയസ്സുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, എല്ലാ നന്മയുണ്ടാവും. മാത്രവുമല്ല കലിദോഷത്തെ ഇല്ലാതാക്കാൻ, കലിമലാവഹം, കലിദോഷത്തെ ഇല്ലാതാക്കാൻ ഈ കഥയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ്. കാരണം മഹാരാജാവാണ് പൃഥു. കലി പരീക്ഷത്തിൻ്റെ കാക്കൽ വീണ ആളാണ്. ആ വീണപ്പം കലിക്ക് മഹാരാജാവ് അഭയം കൊടുത്തിട്ടുണ്ട്. കാരണം 4-5 സ്ഥലമാണ് കൊടുത്തത്. കാരണം കലിക്ക് ഇത്രയൊക്കെ ദോഷം ഉണ്ടെങ്കിലും രാജാവ് കണ്ടെത്തിയ ഗുണം പൃഥുവിൻ്റെ കഥയാണ്. ഇങ്ങനെ ഈ കഥയാണ് പറയുമ്പം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു ഗുണം കലിയിൽ കണ്ടു. കലയർ ദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ. കൃഷ്ണകീർത്തനം ഇവിടെ ഉണ്ട്. അപ്പൊ കലിയെ പേടിക്കുന്നു വേണ്ട. തെറ്റങ്ങനെ വിട്ട ഈ കഥനെ കേട്ട് കഥാസാരമാവുന്ന ഭഗവാൻ നാമങ്ങനെ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. ഈ പരിസരം മുഴുവൻ ശുദ്ധാവും. ഇവിടെ നല്ല ഇത് കേൾക്കുന്നത് ഇരിക്കല് മുഴുവൻ. അത്ര മാഹാത്മ്യുണ്ട് പൃഥുവിൻ്റെ കഥയ്ക്ക് എന്ന് ഭാഗവത് കൊണ്ടും. ധർമാർത്ഥ കാമമോക്ഷാണം സമ്യക് സിദ്ധിമഭീപ്സുഭി ശ്രദ്ധയൈതനുശ്രാവ്യം ചതുർണാം കാരണം പരം. എല്ലാ പുരുഷാർത്ഥങ്ങളും നേടാൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാൻ ഈ കഥ കേട്ടാൽ മതി. എന്താ വേണ്ട മുഴുവൻ തരാൻ തയ്യാറാ ഭഗവാൻ. എൻ്റെ കഥ കേൾക്കുക മാത്രമേ വേണ്ടൂ എന്നാ. അങ്ങനെ മുഴുവൻ നേടാൻ സാധിക്കും ശ്രദ്ധയോടുകൂടി. ഇത് നിരന്തരം കേൾക്കുക. ശ്രദ്ധയെയ്തനുശ്രാവ്യം, ശ്രദ്ധയോടുകൂടി പറയാം, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പുരുഷാർത്ഥങ്ങൾ നേടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഭാഗവൻ. അത്ര മാഹാത്മ്യുണ്ട്. എല്ലാ പുരുഷാർത്ഥങ്ങളും കിട്ടാൻ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകൾ കേൾക്കുക. വിജയ അഭിമുഖോ രാജാ സുത്വൈതഭിയാദിയാൻ ബലിന്തസ്മൈ ഹരന്ത്യ രാജാന പൃഥവേ യഥാ. ജയിക്കണമെന്ന് മോഹമുള്ള രാജാക്കന്മാര്, യുദ്ധത്തിൽ ജയിക്കണമെന്ന് മോഹമുള്ള രാജാക്കന്മാര് ഇതിനെ കേട്ടാൽ ജയിക്കും. പൃഥുവിൻ്റെ കഥ കേട്ട യുദ്ധത്തിൽ പോയാൽ നമ്മളെ ഉള്ളിൽ തന്നെ ആ യുദ്ധം ഉണ്ടാവുന്നത്. കാരണം ഈ വിഷയങ്ങള്, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകും. ഭഗവാനെ സേവിക്കണമെന്ന് ജീവന് മോഹം ഉണ്ടാവുക. വിഷയങ്ങൾ സമ്മതിക്കാതിരിക്കുക. വിഷയങ്ങൾ വർദ്ധിക്കുകയും ഇന്ദ്രിയങ്ങൾ വർദ്ധിക്കുകയും കൊണ്ടുപോകുമ്പം ആ ഇന്ദ്രിയങ്ങളായ വിഷയങ്ങളായിട്ട് യുദ്ധം ചെയ്യുമ്പം ഈ പ്രാണന് ഇതിന് ഉറപ്പ് കിട്ടാൻ സാധിക്കുന്ന ഈശ്വരനെ സേവിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളൊന്നും കൊണ്ടുപോകാതെ ആവുന്നതാണ്. അങ്ങനെ അത് ജയിക്കാൻ സാധിക്കും. ബലിന്തസ്മൈ ഹരഞ്ജഗ്രേ രാജാന പൃഥവേ യഥാ. അങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ പൃഥുവിന് നികുതി കടച്ച കൂട്ടത്തില് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഇതിന് അനുകൂലമായിട്ട് ഇങ്ങോട്ട് വരുന്ന ജീവൻ അനുകൂലമായിട്ട് ശ്രദ്ധ ജീവൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാത് അതിശ്രദ്ധ വരും. പിന്നെ കണ്ണും ശ്രദ്ധ വരും, മൂക്കും ഇന്ദ്രിയങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇതിക്ക് തന്നെ ശ്രദ്ധ വന്നോളൂ. അപ്പൊ ജയിക്കാൻ സാധിക്കും. മുക്താന്യസംഗോ ഭഗവത്യമലാം ഭക്തിമുദ്വഹൻ വൈന്യസ്വരിതം പുണ്യം ശൃണുയാശ്രാവയേ പഠേൽ. സകാമന്മാരായാലും നിഷ്കാമന്മാരായാലും സകാമന്മാര് ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ അവർ വേണ്ടതൊക്കെ നേടാൻ കഴിയും. അവർ ഉദ്ദേശമൊക്കെ നേടാൻ സാധിക്കും. മാത്രമല്ല അവർ കുറച്ച് കഴിഞ്ഞാൽ നിഷ്കാമന്മാരായിട്ട് മാറുകയും ചെയ്യും. ഒരു ഉദ്ദേശവും ഇല്ലാതെ അത് കേൾക്കുന്ന ഒരു കാര്യം പറയുവാണ്ട. പിന്നെ അവർക്ക് വിചാരിച്ച അവർക്ക് ആ ഭഗവാനെ തന്നെ സ്വന്തമായിട്ട് കിട്ടും. അത്ര മഹാത്മ്യുണ്ട് പൃഥുവിൻ്റെ കഥ. കേൾക്കുക, കേൾപ്പിക്കുക, പഠിക്കുക. വൈന്യസ്വേദം പുണ്യം ശൃണുയാൽ ശ്രാവയേൽ പഠേരുന്ന. കേൾക്കുക, കേൾപ്പിക്കുക, പഠിക്കുക. മഹാത്മന്റെ വൈത്ര വീര്യാഭിഹിതം മഹൻ മാഹാത്മ്യസൂചകം അസ്മിൻ കൃതമധ്യർമർത്യ പാർത്ഥവീം ഗതിമാപ്നുയാൽ. വിദുരനോട് മൈത്രേയ മഹർഷി പറയാണ്, ഈ പൃഥുവിൻ്റെ കഥ, സജ്ജനങ്ങളുടെ കഥ, മഹാത്മാക്കളുടെ കഥ ഇങ്ങനെയാണ് വാസ്തവം. പൃഥുവിൻ്റെ കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത് കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കാൻ സാധിച്ചാൽ
എല്ലാ നന്മയുണ്ടാവും. അവസാനം അസ്മിൻ കൃതമതിർമർത്യ പാർത്ഥവീം ഗതിമാപ്നുയാൽ പൃഥുവിനെ പോലെ ഭഗവാനെ പ്രാപിക്കാനും സാധിക്കും. പക്ഷെ എങ്ങനെ കേൾക്കണം ചോദിച്ചാൽ ഇവിടെ എത്തിയത് അനുദിനം ഇതം ആദരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഘ ഭഗവതി ഭവ സിന്ധുബോധപാതേ സജ നിപുണം ലഭത്തെ രതിം മനുഷ്യ. ഹേ മനുഷ്യ എന്ന് മൈത്രേയ മഹർഷി വിളിക്കുക. സംശയം തോന്നിയിട്ടാവും നമ്മൾ മനുഷ്യന്മാർ തന്നെയാണോ? സംശയം തോന്നിയാൽ മനുഷ്യന്മാര് മൃഗങ്ങൾ പോലും ചെയ്യാത്ത അധമമായ കർമ്മ ഇന്ന് മനുഷ്യന്മാര് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. പൃഥുവിന്റെ കഥയൊക്കെയാണ് അങ്ങനെ ഒന്നിനോടും ആഗ്രഹമില്ലാതെ കണ്ട് വേറെ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ കണ്ട് ഭഗവാന്റെ കഥ പൃഥുവിന്റെ ചരിതം കേൾക്കാൻ സാധിച്ചാൽ, കേൾക്കാനോ കേൾപ്പിക്കാനോ സാധിച്ചാൽ, അതും കേൾക്കാൻ വന്നാൽ തന്നെ വളരെ ആദരവോടുകൂടി ദിവസേന ഭഗവാന്റെ കഥ കേൾക്കാൻ വരുമ്പം ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് വളരെ വിനയത്തോടുകൂടി ഭഗവാന്റെ കഥ കേൾപ്പിക്കുക ചെയ്താൽ അവരെ ഈ സംസാര സാഗരത്തെ കടന്ന് ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന തോണിയിൽ കൂടിയിട്ട് ഈ സംസാര സാഗരം കടന്ന് ദുഃഖങ്ങളില്ലാത്ത ആനന്ദം അനുഭവിക്കാൻ ആ ഭക്തി ഉണ്ടായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് പൃഥുവിൻ്റെ കഥ വർണ്ണിച്ച. പൃഥുവിനെ പോലെ പൃഥു ജനങ്ങൾക്ക് ഉപദേശിച്ചത് കുറച്ചെന്നെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ സേവിക്കുക. അല്ലെങ്കിൽ സനകാദികളെ പൃഥുവിനെ ഉപദേശിച്ചു. രണ്ടും ഒരേ വിഷയമാണ്. പൃഥു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതും സനകാദികളെ പൃഥുവിന് പറഞ്ഞു കൊടുത്ത ഉപദേശമൊക്കെ വാസ്തവം പല മുഖത്തൊന്നും കേൾക്കുമ്പം എങ്ങനെയെങ്കിലും കുറച്ചെന്നെയും നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന ഭാവത്തിലാണ്. അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ആ പരം ഭഗവാന്റെ സന്തോഷം നേടാം. ആ സന്തോഷത്തിന് കാരണമായ ഭക്തിയെ പ്രാപിക്കാൻ സ്വജനിപുണാം ലഭത്തെ രതി മനുഷ്യ. ഭക്തിയെ പ്രാപിക്കാൻ സാധിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പൃഥുവിൻ്റെ കഥ സമാപിച്ചത്. ഞാൻ വംശത്തെ വർണ്ണിക്കുമ്പോൾ രുദ്രഗീതൊക്കെ കുറച്ചുകൂടി വായിച്ചിട്ട് വർണ്ണിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ, ശ്രീമദ് ഭാഗവതത്തിന്റെ തത്വം പറയാൻ തുടങ്ങിയാൽ വളരെ വേഗമൊക്കെ അവസാനിപ്പിക്കാം. ആകെ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഭാഗവതം 325 അധ്യായവും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥയാണ് ശ്രദ്ധയോടുകൂടി പറയണെച്ചാൽ അവിടെ ആകെ ഒരൊറ്റ എന്തിനെ ക്ഷാമം ഉണ്ടാവുള്ളൂ. സമയത്തിന് മാത്രമേ ക്ഷാമം ഉണ്ടാവുള്ളൂ. ഈ കൊച്ചു കേരളത്തില് മുഴത്തിന് 360 രാജ്യദ്രോഹ വ്യവസായ ശൃംഖലകൾ ഉണ്ടാക്കിയിട്ട് അതിൽ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ആഫ്രിക്കയിൽ നടന്നത്, അമേരിക്കയിൽ നടന്നത് എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്ങളും ദിവസവും മാസവും ഒക്കെ പറഞ്ഞിട്ട് കുറെ രാജാക്കന്മാരുടെ പേര്, അവസാനം ഇവിടെ വന്നിട്ട് പഠിപ്പിച്ച കുറെ വിദേശികളുടെ കേമത്തരങ്ങളും. കേമത്തരങ്ങൾ എന്നുള്ള വാക്യം അറിഞ്ഞു പറഞ്ഞതാട്ടോ, വിഡ്ഢിത്തരങ്ങൾ എന്നാണ് അതിന് പറയാനുള്ളത്. നമ്മളെ നശിപ്പിച്ച സംസ്കാരങ്ങളൊക്കെ നശിപ്പിച്ച കാര്യങ്ങൾ ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന ആ വ്യവസായത്തിന്റെ പേരാ രാജ്യദ്രോഹ വ്യവസായ ശൃംഖല. നമ്മുടെ ഇതുപോലത്തെ ചരിത്രങ്ങളൊക്കെ ഇത് നുണയാണോ നേരാണോ എന്നുള്ളതൊന്നും ആലോചിക്കണ്ട. നമുക്ക് കിട്ടിയിട്ടുള്ളതായ നമ്മുടെ പൈതൃക പാരമ്പര്യം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കഥയുടെ ബാക്കി പത്രമാണ് കേട്ടോ ഈ കേരളം ഇന്ന് അനുഭവിക്കുന്നതായ വാർത്താമാധ്യമങ്ങളിൽ നമ്മളൊക്കെ കാണുന്നതും അറിയുന്നതും. ഹരേ ഗുരുവായൂരപ്പ, ഭാഗവതത്തിന്റെ ഇടയിൽ പറയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. അനുഭവത്തിൽ നിന്ന് മാത്രം പറഞ്ഞതാണ്. എന്തായാലും ആ പ്രചേതസ്സുകൾക്ക് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം കൊടുക്കുന്നതായ കഥാഭാഗത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതായ ആചാര്യന്റെ കഥാഭാഗത്തില് നേരത്തെ നമ്മള് ആ നരകവർണ്ണനൊക്കെ അവസാനിപ്പിച്ചു. ഇനി അജാമിളോപാഖ്യാനത്തിന്റെ ഒരു അധ്യായം വായിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കഥയിലേക്ക് എത്താം. ഹരേ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണ ഷഷ്ഠസ്കന്ധ പ്രഥമോധ്യായ. രാജോവാച നിവൃത്തിമാർഗകഥിത ആദോ ഭഗവതായഥാ. ഗുരുവായൂരപ്പ ആ പഞ്ചമസ്കന്ധത്തിന്റെ അവസാന അധ്യായത്തിൽ അതന്നെ പറഞ്ഞു. നിവൃത്തി ലക്ഷണ മാർഗ ആദാവേ വ്യാഖ്യാതാന്ന് പറഞ്ഞു. അതന്നെ ഇവിടെ രാജാവ് ആദ്യം ചോദിക്കണു.
നിവൃത്തിമാർഗക്കതിരാദൗ ഭഗവതായതാം ക്രമയോഗോപലബ്ധേന ബ്രഹ്മണായത സംസ്കൃതേ പ്രവൃത്തിലക്ഷണശ്ചൈവ ത്രൈഗുണ്യവിഷയോ മുനേ യോസാവലേന പ്രകൃതേർഗുണസർഗ പുനഃ പുനഃ അധർമ്മലക്ഷണാ നാനാനരകാശ്ചാനുവർണിതാ മന്വന്തരശ്ച വ്യാഖ്യാതാദ്യ സ്വയംഭൂയതാ പ്രിയവ്രതോത്ഥാനപാദോർവംശസച്ചരിതാനി ച ദ്വീപവർഷസമുദ്രാദ്രിനദ്യുദ്യാനവനസ്പതി ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനതാ ജ്യോതിഷാം വിവരാണാം ചായധേതമസജദ്വിഭോ അധുനേഹ മഹാഭാഗായ ദേവനർകാന്നര ധനോഗ്രയാതനാന്നേയാ തന്മേ വ്യാഖ്യാതുമർഹസി. ശ്രീശുക ഉവാച ന ചേരിഹൈവാവജിഡിംയതാം ഹതകൃതസ്യ കുര്യാൻ മന ഉക്തിപാണിഭിः ധ്രുവം സ വൈ പ്രേത്യനരകാനുവൈരേയേ കീർത്തിരാമേ ഭവതസ്തിഗ്മയാതനാം തസ്മാത് പുരൈവാശ്വപാപനിഷ്കൃതോ യദേതമൃത്യോരവിപദ്യതാൽപനാം ദോഷസ്യ ദൃഷ്ട്വാ ഗുരുലാഘവം നിരാഭിഷക്ചികിത്സേതരുജാം നിദാനവിൽ. രാജോവാച ദൃഷ്ടശ്രുതാഭ്യാമ്യൽപാവം ജാനന്നപ്യാൽപനോ ഹിതം കരോതി ഭൂയോ പ്രായശ്ചിത്തമതോ കഥം കുജന്യവർത്തതേ ഭദ്രാൽ കുജിച്ചരിതി കൽപ്പന പ്രായശ്ചിത്തമതോ പാർത്ഥം മന്യേ കുഞ്ചരശൗദവൽ. ശ്രീശുക ഉവാച കർമ്മണാ കർമ്മനിർഹാരോ നഹ്യാത്യന്തികൈഷ്യതേ അവിദ്വദാധികാരിത്വാൽ പ്രായശ്ചിത്തം വിമർശനം നാശ്നതപഥ്യമേവാന്നം വ്യാധയോഭിഭവന്തി ഏവം നിയമഘടരാജൻശനൈ ക്ഷേമായ കൽപ്പതേ തപസാ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച ദേഹവാക്ബുദ്ധിജം ധീരാധർമ്മന്യാസന്ദയാന്യുദാക്ഷിപഞ്ചകം മഹതപേ വേണുകുൽമമിവാനല കേജിൽ കേവലയാ ഭക്തിയാ വാസുദേവപരായണ അഹം ദുന്വന്തികാസ്ന്യേന നിഹാരമേ ഭാസ്കര ഗുരുവായൂരപ്പ ന തദാഹ്യഘവാൻ രാജൻ ഭൂയേതപാദിപീയതാ കൃഷ്ണാത്പിത പ്രാണാസ്തൽപൂരുഷ നിഷേവയാ സദ്രീചേനോ ഹേയം ലോകേ ബന്ധാക്ഷേമോ കുതോ ഭയാ സുശീലാ സാധവോ യത്ര നാരായണപരായണ പ്രായശ്ചിത്താനി ജീർണാനി നാരായണപരാങ്മുഖം ന നിഷ്പുനന്തി രാജേന്ദ്ര സുരാകുംഭമിവാഭഗാം സഹഗ്രന്മന കൃഷ്ണപദാരവിന്ദയോർനിവേശിതം തദ്ഗുണരാഗീരിഹ ന ദേയമം പാശപ്രദശ്ച തൽപടാൻ സ്വപ്നേ വിപശ്യന്തി ജീർണനിഷ്കൃതാം അത്ര ചോദാഹരന്തി മമിനിഹാസം പുരാതനം ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്ഥം നിബോധമേ കാന്യകുബ്ജേ ദ്വിജകശ്ചിദാസീപതിരജാമിളാ നാംനാ നഷ്ടസദാചാരോ ദാസ്യാ സംസർഗദൂഷിതാം വന്ദ്യക്ഷകൈരവൈശ്ചോര്യേ ഗൃഹിതാമൃത്യമാസ്ഥിതാ ബിഭ്രൽ കുടുംബവശുചേര്യാദയാമാസദേഹിന ഏവം നിവസദസ്തസ്യ ലാളയാനസ്യ തൽസുതാൻ കാലോദ്യകാൻ മഹാൻ രാജൻ അഷ്ടാശീത്യായുഷസമാ. ഗുരുവായൂരപ്പ തസ്യ പ്രവയസപുത്രാദശദേശം ദിയോ മാ ബാലോ നാരായണോ നാംനാ പിത്രോശ്ച ദൈതോ വ്രശം സബദ്ധഹൃദയസ്തസ്മിന്നർഭകേ കളഭാഷ്ണേ നിരീക്ഷമാണസ്ഥല്ലീലാം മുദേ ജരഠോ വ്രശം ഭുഞ്ജാന പ്രവിപൻ ഖാദൻ ബാലകസ്നേഹേന്ദ്രതാ ഭോജയൻ പായൻ മൂഢോ നവേദാഗതമന്തകം സ ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാലോപസ്ഥിതേ മലിഞ്ചകാരതനയേ ബാലേ നാരായണാഹ്വയേ സഭാശാസ്താം ശ്രീൻ ദൃഷ്ട്വാ പുരുഷാൻ വൃഷദാരുണാൻ വക്രതുണ്ടാനൂർധരോംനാത്മാനം നേതുമാകരാൻ ദൂരേ ക്രീഡനകാസക്തം ബാലം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണുച്ചൈരാജുഹാവാകുലേന്ദ്രിയ നിശമ്യ മ്രിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം കർത്തുർനാ മഹാരാജ പാർഷദാ സഹസാവദൻ നാരായണ 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 നിശമ്യ മ്രിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം കർത്തുർനാ മഹാരാജ പാർഷദാ സഹസാവദൻ വികേഷോന്തർഹൃദയാദ്ദാസേവതിമജാമിളം യമപ്രേഷ്യാൻ വിഷ്ണുദൂതാ പാരയാമാസുരോജസാം ഊജോർനിഷേദേദാസ്താം സേവൈവസ്വരപുരസ്വരാക്കേയോയം വൃഷധരോ ധർമ്മരാജസ്യ ശാസനം കസ്യ വാകുരായനാകസ്മാദസ്യ നിഷേദദാ കിം ദേവാവുദേവാവായോയം കിം സിദ്ധസത്തമാ സർവേ പത്മലാശാക്ഷാപീതകൗശേയവാസാ കിരീടനകുണ്ഡലോലസൽ പുഷ്കരമാലിനാം സർവേ ച നൂത്നമൈസ സർവേ ചാരിചതുർഭുജാ ധനുർനിഷംഗാസികരാശങ്കചക്രാം ദുജശ്രിയാം ദിശോ വിധിമിരാ ലോകാ കുർവന്തസ്വേന രോജിഷാ കിമർത്ഥം ധർമ്മപാലസ്യ കിങ്കരാന്നോ നിഷേധതാ. ശിശുകോവാച ഇത്യുക്തേ മധുദേസ്തേർവാസുദേവോക്തകാരിണാ താൻ പ്രത്യോജോ പ്രഹസ്യേദം മേഘനിർഹ്രാദയാ ഗിരാ. വിഷ്ണുദൂതാവുചു യോയം വൈ ധർമ്മരാജസ്യ നിർദ്ദേശകാരിണാം ദ്രോതധർമ്മസ്യ നസ്തത്വം ധർമ്മസ്യ ലക്ഷണം കഥം ചേൽദ്രിയതേ ദണ്ഡ കിം വാസ്യ സ്ഥാനമേപ്തിതം ദണ്ഡ്യാ കിം കാരണ സർവേ അഹോസ്യ കരിചന്ദ്രാം. യമദൂതാവുചു
വേദപ്നേതോ ധർമ്മോ ഹ്യധർമ്മസ്തദ്വിപര്യാ വേദോ നാരായണ സാക്ഷാത് സ്വയംഭൂരിസുഷുമാ യേന സുതം നമീ ഭാവാ രജസത്വതമോ മയാ ഗുണനാമക്രിയാരൂപേർവിഭാവ്യന്തെ യഥാതഥം സൂര്യോഗ്നിഖം മരുദ്ഗാവ സോമസന്ധ്യാഹനേ നിശാകം കുകാലോ ധർമ്മൈരഹ്യേദേഹ്യസ്യ സാക്ഷിണാം ഏതൈരധർമ്മോ വിജ്ഞാതസ്ഥാനം ദണ്ഡസ്യ യുജ്യതേ സർവേ കർമാനുരോധേന ദണ്ഡമർഹന്തികാരിണ സംഭവന്തി ഭദ്രാണി വിപരീതാനി ജാനകാ കാരിണാം ഗുണസംഗോസ്തി ദേഹവാൻ നഹ്യ കർമ്മകൃതേ യേന യാവാൻ യഥാ ധർമ്മോ വേഹ സമേഹിതാ സ ഏവ തൽഫലം ഭുക്തേ തഥാ താവദമുത്രവൈ യദേഹദേവ പ്രവരാസ്ത്രൈവിദ്യോ ബലപ്തിരേ ഭൂതേഷു ഗുണവൈചിത്ര്യാ തഥാന്യത്ര അനുമീയതേ വർത്തമാനോന്യോ കാലോ ഗുണാഭിജ്ഞാപകോ യഥാ ഏവം ജന്മാധർമ്മനിദർശനം ധർമാധർമ്മനിദർശനം ഗുരുവായൂരപ്പാം മനസയുരേ ദേവ പൂർവരൂപം വ്യാശ്രീ അനുമീമാംസതേ പൂർവം മനസാ ഭഗവാനജ യഥാജ്ഞസ്തമസായുക്ത ഉപാസ്തേ വ്യക്തമേവ ഹി ന വേദപൂർവപരം നഷ്ടജന്മസ്മൃതിസ്തഥാ പഞ്ചവികൃതേ സ്വാർത്ഥാൻ പഞ്ചവേദാർത്ഥ പഞ്ചമി ഏകസ്തു ഷോഡശേന ത്രേൻ സ്വയം സപ്തദശോഷ്ണുതേ തദേതൽ ഷോഡശകലം ദിഗ്ഗം ശക്തിത്രയം മഹൽ ദത്തേനു സംസിംബം ഹർഷോകയാർത്തിദാം ദേഹ്യജ്ഞോ ജഡഷഡ്വർഗോ നേച്ഛൻ കർമാണി കാര്യതേ കോശകാരൈവാത്മാനം കർമ്മണാച്ഛാദ്യ മുഖ്യതേ നഹി കസ്യൽഷ്ണുപേ ജാതുഷ്ടത്യ കർമ്മകൃതേ കാര്യദേഹ്യംശകർമ്മ ഗുണേ സ്വാഭാവികേർബലാദേ ലബ്ധ്വാ നിമിത്തമവ്യക്തം വ്യക്താവ്യക്തം ഭവത്യുദാ യഥാ യോനി യഥാ ബീജം സ്വഭാവേന വിലീയസ ഏഷ പ്രകൃതിസംഖ്യേന പുരുഷസ്യ വിപര്യ ആസേൽ സ ഏവ ന ജരാദേശസംഗാത് വിലീയതേ അയം ഹ്യേശ്വസമ്പന്ന ശീലവൃത്തഗുണാലയാ ദതവൃതോ മൃതോദാം സത്യവാൻ മന്ത്രവിച്ഛുജേ ഗുർവജ്ഞാദിവ്യർത്ഥാനാം ഗുരു ശുശ്രൂഷുർനിരഹംകൃത സർവബോധസൂരൽസാ ദുർമിതവാകനസൂയക ഏകദാ സോവനം യാത പിതൃസന്ദേശകൽദ്വിജ ആദായ തഥാവൃത്ത ഫലപുഷ്പസമിൽകുശാൻ ദദർശകാമിനം കന്യച്ഛോദ്രം സപുജിഷ്യാ പീത്വാ ജമതപൈരേയം മദാഘൂർണേത്രയാം മത്തയാ വിശ്വതന്യവ്യാവേദം നിരവത്രവം ക്രീഡന്തമനുഗായന്തം ഹസന്തമനയാം ദിഗേ ദൃഷ്ട്വാ താം കാമലിപ്തേന ബാഹുനാ പരിരംഭിതാം ജഗാമഹർച്ഛവശം സ്വസൈവമോഹിതാം സ്തംഭയന്നാൽപ്പനാത്മാനം യാവത്സത്വം യഥാശ്രുതം ന ശശാകസമാധാതും മനോ മദനവേപിതം ഗുരുവായൂരപ്പാം തന്നിമിത്തസ്മരവ്യാജഗ്രഹസ്ഥോ വിചേതന താമേവ മനസാധ്യായൻ സുധർമാദ്വിരരാമഃ താമേവ ദോഷയാമ സാവിത്രീണാർത്ഥേന യാവതാ ഗ്രാമ്യർമനോരമേ കാമേ പ്രസീദേതായ തഥാ വിപ്രാം സ്വഭാര്യാമ പ്രൗഢാം കുലേ മഹലിലംബിതാം വിസസർജാതിരാൽപാപ സ്വൈരിണ്യാവാംഗവിദ്ധരീ ഗുരുവായൂരപ്പാം യതസ്തതശ്ചോപനിന്യേ ന്യായതോ ധനം ദപാരാസ്യ കുടുംബിന്യാ കുടുംബം മന്ദധീരയം യതസോ ശാസ്ത്രമുല്യങ്ക്യ സ്വൈരചാര്യാര്യഗർഹിത അവർത്തത ജലം കാലമഘാവിരശുചിർമലാദ് തതയേനം ദണ്ഡവാണേ സകാശം കൃതകിൽപിഷം നയിഷ്യാമോ കൃതനിർവേശം യത്ര ദണ്ഡേന ശുദ്ധ്യതേ ശ്രീകൃഷ്ണായ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായ ഷഷ്ഠസ്കന്ധേ അജാമിളോപാഖ്യാനേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഥയിൽ കൂടിയിട്ട് കാമലീലയാണ് മുഖ്യപ്പെട്ടത്. ഇനി മോക്ഷോപായത്തെ ഉപദേശിക്കാണ് ചെയ്യാൻ പോണത്. ആ പൃഥുവിൻ്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ്, അത് ഗീതാശ്വൻ്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ്, അതിലാണ് പ്രജയസുക്കൾ ഉണ്ടായതെന്ന് പറയാൻ പോകുന്നു. വളരെ വിതുരൻ്റെ ചോദ്യം കേതേ പ്രചേതസോ നാമ കസ്യാപദ്യാനി സുഹൃതാൻ ചോദിച്ച് അതുത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ധ്രുവൻ്റെ വംശത്തെ വർണ്ണിച്ചിട്ടാണ് ഇപ്പം പൃഥുവിൻ്റെ കഥയിൽ കൂടിയിട്ട് പുത്രനായ യുധാശ്വൻ്റെ വംശത്തെയും വർണ്ണിക്കുന്നു. യുധാശോധിരാജാസീൽ പൃഥുപുത്ര പൃഥുശ്രവ യവീയോഭ്യോദാൽ കാഷ്ട ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സല. യുധാശ്വനാണ് പൃഥുമഹാരാജാവിൻ്റെ മൂത്ത പുത്രൻ. അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുക്കുകയല്ല ചെയ്തത്. അങ്ങനെ പൃഥുവിൻ മറ്റുള്ള സഹോദരന്മാർക്കൊക്കെ സ്വത്തിനെ ബാധിച്ചു കൊടുത്തു.
വിദാശ്വ മഹാരാജാവ് തൻ്റെ സഹോദരന്മാരായ 4 പേര്, വിദാശ്വം, ധൂമ്രകേശം, ഹര്യശ്വം, ദ്രവ്യണം, വൃക്കം, ആകെ 5 പേരാണ് ഉള്ളത്. അതിൽ മൂത്തയാളാ വിദാശ്വൻ. അദ്ദേഹം തൻ്റെ സഹോദരന്മാർക്കൊക്കെ തനിക്ക് കിട്ടിയ സമ്പത്തിനെ ഭാഗിച്ചു കൊടുത്തു. ഹര്യക്ഷായ ആദിശൽപ്രാചീം, ധൂമ്രകേശായ ദക്ഷിണാം, പ്രതീതിം മൃഗസജ്ഞായ തുര്യാം ദ്രവിണസേ വിഭൂന. ഓരോരോ സ്ഥലത്തെ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്. ഹര്യക്ഷൻ എന്നുള്ള രണ്ടാമത്തെ തൻ്റെ മൂത്ത സഹോദരനാണ്. അതും പൃഥുവിൻ്റെ 2ാമത്തെ പുത്രനാണ്. ഇവിടുന്ന് അങ്ങോട്ട് കിഴക്ക് ഭാഗം മുഴുവൻ അദ്ദേഹത്തിന്. ഹര്യക്ഷായ ആദിശൽ പ്രാചീം, ധൂമ്രകേശായ ദക്ഷിണാം, ധൂമ്രകേശ ദക്ഷിണഭാഗവും പടിഞ്ഞാറ് ഭാഗം മൃഗസജ്ഞായ വടക്ക് ഭാഗം തുര്യാം ദ്രവിണസേ വിഭു, ദ്രവിണസിനും കൊടുത്തു. അങ്ങനെ 4 പേർക്കും 4 ഭാഗവും കൊടുത്തു. ഈ വിദാശ്വൻ അദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സമ്പത്ത് എടുത്തു എന്ന് പറയാതെ സഹോദരന്മാർക്ക് ആ സമ്പത്ത് അതിൻ്റെ ആവശ്യമില്ല. പൃഥുവിൻ്റെ മൂത്ത പുത്രനാണ് അദ്ദേഹം. വിദാശ്വനാണ്. അശ്വത്തെ ജയിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ഒന്നിനെയും ആവശ്യമില്ല. അച്ഛൻ്റെ ഉപദേശം ശരിക്കും ഉൾക്കൊണ്ട ആളാ. പിന്നെ സമ്പത്തൊന്നും വേണ്ട എന്ന ഭാവത്തിൽ വേണ്ട പോലെ അവർക്കൊക്കെ സമ്പത്തിനെ കൊടുത്തു. അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അന്തർധാനഗതി ചക്രാന്തർധാന സംഹിതാപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. വിദാശ്വൻ മറ്റൊരു പേരാണ് ഹവ്യധാൻ എന്നൊരു പേരുണ്ടായിരുന്നു. ഈ ഹവ്യധാനൻ വിവാഹം കഴിച്ചു. അതിലാണ് 3 പുത്രന്മാരുണ്ടായത്. അവരൊക്കെ അഗ്നിയുടെ പര്യായങ്ങളാണ്. മുമ്പ് വസിഷ്ഠൻ്റെ ശാപം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ആ ശാപം തീരാൻ വേണ്ടി വന്ന് ഇവിടെ മുക്തന്മാരായ കഥയാണ്. പാവക പവമാനശ്ച ശുചിരിത്യഗ്നയപുര. പാവകൻ, പവമാനൻ, ശുചി, ഇങ്ങനെ 3 പേര് അഗ്നിയുടെ പര്യായങ്ങളായ പുത്രന്മാരായ ജനിച്ച കഥയും വർണ്ണിച്ചു. അവർക്ക് പൂർവ്വജന്മത്തിലുള്ള ശാപം കൊണ്ടാണ് ഇവിടെ ജനിക്കേണ്ടി വന്നത്. എങ്കിലും ഇവിടെ ജനിച്ചോടു കൂടി അവർ മുക്തന്മാരായി മാറി. ഈ അന്തർധാനന് മറ്റൊരു പത്നി ഉണ്ടായിരുന്നു. അന്തർധാനോ നഭസ്വത്യാം ഹവ്യധാനമവിന്ദത ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനഭിനയവാൻ. സരസ്വതി അപസ്വതി എന്ന പേരായ പത്നി അദ്ദേഹത്തിന് ഒരു സന്താനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഹവ്യധാനൻ എന്നാണ്. മറ്റേ അന്തർധാനൻ, ഹവ്യധാനൻ. ഈ ഹവ്യധാനാണെങ്കിൽ രാജ്യഭാരം ഏറ്റെടുത്തെങ്കിലും അദ്ദേഹം തോന്നി വാസ്തവം ഈ രാജ്യഭാരം ദോഷം ഉണ്ടാക്കുന്നതാണ് ബുദ്ധി. കാരണം രാജ്ഞാം വൃത്തിം കരാദാന ദണ്ഡശുൽക്കാതിദാരുണം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജ. രാജ്യഭാരം വേണ്ട, മോശമാണ് ധരിച്ചിട്ടാണ്. കാരണം ജനങ്ങൾ നികുതി വാങ്ങണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇപ്പോൾ രാജാവ് ചെയ്യുന്നില്ല. കുറ്റക്കാരെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ നികുതി വാങ്ങുക, അവർ വേണ്ടാത്ത പ്രവൃത്തിയാണെങ്കിൽ താക്കീത് ചെയ്യുക, അവരെ പിഴ സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉപജീവനം നടത്തുക എന്നുള്ളത് അവർക്കൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ജീവനെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക വെച്ചാൽ അത് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ രാജാവായ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ശിക്ഷ നടപ്പാക്കേണ്ടി വരും, നികുതി വിരിക്കേണ്ടി വരും, കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പണി വേണ്ട, ഇത് വേണ്ട. കാരണം ഇത് അദ്ദേഹം പരമഭക്തനാവുകൊണ്ട് ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഇനി അങ്ങനെ ആരെയും പീഡിപ്പിക്കാൻ പാടില്ല, എല്ലാവരും സ്നേഹിക്കാനാണ് അച്ഛൻ പറഞ്ഞ് ഉപദേശിച്ചത്. ഇപ്പം ഈ ഭരണം ഏറ്റെടുത്താൽ കുറച്ചൊക്കെ തെറ്റ് ചെയ്യേണ്ടി വരും. മഹാഭാരതത്തിലെ കഥ വർണ്ണിക്കണ്ടേ? ഒരു ബ്രാഹ്മണൻ്റെ ചോറ് നായ കഴിച്ച കഥ. കാരണം നായ ചോറ് കഴിച്ചു എന്ന് ധർമ്മപുത്ര മഹാരാജാവായിരിക്കുക അവിടെ പോയിട്ടാണ് പറഞ്ഞത്. നായ പറഞ്ഞു എന്നെ അടിച്ചു എന്നും പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനിരുന്ന ഭക്ഷണം നായ കഴിച്ചതുകൊണ്ടാണ്. നായ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇടയിൽ എണീറ്റ് പോയി, പിന്നെ അദ്ദേഹത്തിന് കഴിക്കാൻ അതേ ഞാൻ കഴിച്ചു. അപ്പം തെറ്റ് ബ്രാഹ്മണൻ്റെ കയ്യിലാണ് ബുദ്ധി. എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശിക്ഷ കൊടുക്കേണ്ടത് അടുത്ത അമ്പലത്തിലെ മേശാന്തി ആക്കിക്കോളൂ. ശിക്ഷയാണ് വാസ്തവം. അതെ. അപ്പം എന്താ തെറ്റ് ചെയ്യേണ്ടി വരും? കാരണം വളർക്കുന്ന നെയ്യെടുക്കണം, എണ്ണെടുക്കുന്ന എന്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ വാസ്തവം വലിയ വലിയ പതിവൊക്കെ ഉണ്ടായ വാസ്തവം
ദോഷമാണ്. അതുകൊണ്ട് ആ ഗാന്ധിയൊന്നും പദവിക്ക് പോവാതിരിക്കാൻ കാരണം പദവി ഉണ്ടായ ദോഷമാണ് എന്ന്. അതിൻ്റെ ആ പദവിക്കൊന്നും സജ്ജനങ്ങൾ പോവാതില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല പല ദുരിതങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അതൊന്നും വേണ്ട എന്ന ഭാവത്തിൽ രാജ്യഭാരം തന്നെ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു എന്നാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നതിൽ അതിനാണ് 6 പുത്രന്മാരുണ്ടായത്. അദ്ദേഹം ആണെങ്കിൽ സത്രം നടത്തിയെന്നാണ്. സത്രം നടത്തി ആ സത്രത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ഈശ്വരനായിട്ട് കണ്ടു അദ്ദേഹം. സത്രത്തിൽ ദീർഘസത്രത്തിൽ വെച്ചിട്ട് അത് ഹിംസയുള്ള സത്രമല്ല, ഭഗവാന്റെ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത സത്രമാണ്. ആ സത്രത്തിൽ ഈശ്വരനെ പരിപൂർണമായി ആരാധിച്ചുകൊണ്ട് അദ്ദേഹം ആ ഈശ്വരാരാധനയിൽ കൂടിയിട്ട് ഇതൊന്നും അല്ലാതെ അദ്ദേഹം ഭഗവാന്റെ ലോകം തന്നെ എത്തിയെന്ന. ഭഗവാനെ തന്നെ യജം സ്ഥലോകതാമാപ കുശലേന സമാധിന സമാധിയിൽ അദ്ദേഹം ഭഗവാൻ തന്നെ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ വംശം വർണ്ണിക്കുമ്പോൾ ആ ഹവ്യർത്ഥാനി വിതുരാസൂത ഷഡ്സൻ. ആ ഹവ്യർത്ഥാനന് ഹവ്യർത്ഥാനി എന്ന പേരായ പത്നിയിൽ ഹേ വിതുര 6 പുത്രന്മാരുണ്ടായിരുന്ന വിതുര ആസൂത ഷഡ്സുതാൻ 6 പുത്രന്മാരുണ്ടായെന്നാണ്. ബരിഹിഷതം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ഇങ്ങനെ 6 പുത്രന്മാരുണ്ടായി. ബരിഹിഷത്ത് ഗയൻ ശുക്രൻ കൃഷ്ണൻ സത്യൻ ജിതവ്രതൻ 4 പേരുണ്ടായത്. അതിലാണ് ബരിഹിഷത്താണ് ആദ്യത്തെ പുത്രൻ. ബരിഹിഷൽ സുമഹാഭാഗോ ഹാവ്യർത്ഥാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച ഗുരുദ്വഹ. അദ്ദേഹമാണെങ്കിൽ ഈ ബരിഹിഷത്താണെങ്കിൽ പരമഭക്തനായിരുന്നു. അതുപോലെ തന്നെ വേണ്ട പോലെ ജനങ്ങളെ പരിപാലിച്ചിരുന്ന ആളാണ്. നിഷ്ഠയോടുകൂടി കർമ്മം ചെയ്ത ആളാണ്. വേണ്ട പോലെ യാഗാദികളൊക്കെ ധാരാളം ചെയ്യുന്ന ആളാണ്. കർമ്മകാണ്ഡത്തിൽ എന്തെന്നില്ലാത്ത ശ്രദ്ധയുള്ള ആളാണ്. എല്ലാം വേണ്ട പോലെ ചെയ്യണ, എല്ലാ വിഷയത്തിലും നല്ല നൈപുണ്യം. ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച ഗുരു. എല്ലാത്തിലും അദ്ദേഹം നല്ല നൈപുണ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വേണ്ട പോലെ കർമ്മമൊക്കെ ചെയ്തിരുന്നു. യസ്യേദം ദേവയജനം അനുയജ്ഞം വിതന്വക പ്രാചീനാഗ്രഹ്യ കുശൈരാസീതാസ്തൃതം വസുധാതലം. അദ്ദേഹം സദാസമേതം ഒരു യാഗം കഴിഞ്ഞാൽ പിന്നെ യാഗം. ഇങ്ങനെ യസ്യേദം ദേവയജനം അനുയജ്ഞം യാഗം കഴിഞ്ഞാൽ പിന്നെ യാഗം, യാഗം കഴിഞ്ഞാൽ യാഗം. അനവധി യാഗം ചെയ്ത് ഇങ്ങനെ യാഗം ചെയ്ത് പ്രാചീനാഗ്രഹി കുശൈരാസീതാസ്തൃതം വസുധാതലം. ഇങ്ങനെ കിഴക്കോട്ട് ദർഭപ്പുല്ല് വെച്ച് യാഗം ചെയ്ത് അദ്ദേഹം യാഗത്തിൽ ഉപയോഗിച്ച് ദർഭപ്പുല്ലൊക്കെ കൂടി കൂട്ടിയെടുത്താൽ ഭൂമിക്ക് 12 വസുധാതലം. അത്രയും അധികം കർമ്മത്തിൽ ശ്രദ്ധയുള്ള ആളാണ്. ഭൂമിയെ മൂടാൻ മാത്രം ദർഭപ്പുല്ല് ഉപയോഗിച്ച് യാഗം ചെയ്ത ആളാണ് മഹാരാജാവ് ബരിഹിഷത്ത്. അദ്ദേഹം യാഗത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചു എന്നാണ്. മറ്റൊന്നും വിവാഹമല്ല. മേശാൻ ജാവാൻ വിവാഹം കഴിച്ചോളൊന്നൊന്നുമില്ല. യാഗം ചെയ്യണമെങ്കിൽ പത്നി തുറന്നിരിക്കാതെ യാഗം ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് സാമുദ്രീം ദേവദേവോക്താം ഉപയേമേഷതദ്രുതിം യം വീക്ഷചാരു സർവാംഗീം കിശോരീം സുഷ്ട്വലംഘൃതാം പരിക്രമന്തീമുദ്വാഹേ ശകമേഗ്നിശുഗീമിവ. ശബ്ദത്തിൻ്റെ മകളായുള്ള ശതദ്രുതിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. മിടുക്കിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഇവരെ അഗ്നിയുടെ മുമ്പിൽ നിന്ന് വിവാഹാദി കർമ്മങ്ങൾ ചെയ്യുമ്പം ആ അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുമ്പം അഗ്നിക്ക് പോലും ഇവളിൽ മോഹം ഉണ്ടായിരുന്നു. അത്ര സൗന്ദര്യമാണ് കാണിച്ചത്. അങ്ങനെ അതിൽ വിവാഹം കഴിച്ചു. ആ ബരിഹിഷത്ത് രാജാവ് അദ്ദേഹത്തിന് ഇങ്ങനെ യാഗം ചെയ്യുകൊണ്ടാണ് പ്രാചീന ബരിഹിസ് എന്നൊരു പേരും കൂടി കിഴക്കോട്ട് അഗ്രമായിട്ട് ദർഭപ്പുല്ല് വെച്ച് യാഗം ചെയ്ത ആള് എന്ന പേരിലാണ് ഈ പ്രാചീന ബരിഹിസ്. അസംഖ്യം കർമ്മങ്ങൾ ചെയ്തിരുന്നു. അത് സഹദ്രുതി എന്ന പെൺകുട്ടി വിവാഹം കഴിച്ചു. അതിലാണ് വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ സൂര്യയാദിക്ഷു കൊണയഞ്ചൈവ നോപുരി. ശതദ്രിയുടെ ആ സൗന്ദര്യാദി ഗുണങ്ങളെ കണ്ട് എല്ലാവരും മോഹിച്ചു എന്നാണ്.
ഇപ്പോൾ ആസുര ഗന്ധർവ മുനി സിദ്ധ നരോരകാന്ന എല്ലാവരും ഈ പെൺകുട്ടിയുടെ സ്വഭാവ സൗന്ദര്യത്തെ കണ്ട ദേവന്മാര്, അസുരന്മാര്, ഗന്ധർവന്മാര്, ഋഷീശ്വരന്മാര് ഒക്കെ ജയിച്ച ആൾക്കാർക്ക് പോലും അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കണ്ടപ്പോൾ അവർക്കൊക്കെ മോഹം ഉണ്ടായെങ്കിലും ആ പ്രാചീന വരിഹിസ്തനെ വിവാഹം കഴിച്ച് അതിലാണ് പ്രാചീന വരിഹിഷ പുത്ര ശതതൃത്യാന്തശാഭവൻ തുല്യനാമവ്രതാസ്വർവേ ധർമ്മസ്നാദാ പ്രചേതസ. ആ പ്രാചീന വരിഹിസന് ഈ ശതത്രു എന്ന പെൺകുട്ടിയിലാണ് 10 പുത്രന്മാരുണ്ടായത്. അവർക്ക് ഒരേ പേരാക്ഷണ്ട, എല്ലാവരും ഒരുപോലെ ആവുകൊണ്ട് എല്ലാവരും തുല്യന്മാരാവുകൊണ്ട് തുല്യനാമവ്രതാസ്വർവേ എല്ലാവർക്കും പ്രചേതസ്സുക്കൾ എന്നുള്ള പേരിട്ടു. ഒരുപോലെയാണ്, ഒരേ നിറം, ഒരേ വൽപ്പം, ഒരേ ഇച്ഛ, ഒരേ പ്രവൃത്തി ഒക്കെ ഒരേതാവുകൊണ്ട് അവർക്ക് വേറെ വേറെ പേരിട്ടാൽ ഏതാ 2ാമത്തെ മകൻ ഏതാ 3ാമത്തെ മകൻ എന്ന് അറിയില്ല. അതുകൊണ്ട് പ്രചേതസ്സുക്കൾ എന്നാണ് ഇവർക്ക് പേരിട്ടത്. അതും നാരായണി ഒന്നുകൊണ്ട് പറഞ്ഞ പ്രചേതസോ നാമ സുചേതസസുത. നല്ല മനസ്സുള്ള ആൾക്കാരാണ്. യാഗത്തിൻ്റെ ആ ശുദ്ധിയാണ് ഇവിടെ 10 ആൺകുട്ടികളായിട്ട് വന്നത്. അങ്ങനെ അവർക്ക് പ്രേസുകെന്ന് പേരിട്ടു. പിത്രാധിഷ്ഠ പ്രജാ സർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതി യദുക്തം പഥിദൃഷ്ടേന ഗിരിശേന പ്രസീദത പധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയത. ഇങ്ങനെ ഇവരെ കുട്ടികളുണ്ടായപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളും സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ആദ്യം അതിനു വേണ്ടിയിട്ട് ശ്രീഹരിയുടെ പ്രസാദം വാങ്ങിയിട്ട് വേണം വിവാഹാദി കർമ്മങ്ങൾ ചെയ്ത് സൃഷ്ടി വർദ്ധിപ്പിക്കുക എന്ന ഭാവത്തിൽ ഈശ്വരനെ സേവിച്ചു വരുമെന്ന് 10 പേരോടും പറഞ്ഞു. അങ്ങനെ പ്രജേസുകള് തപസ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് നല്ല സ്ഥലം അന്വേഷിച്ച് സമുദ്രത്തിൻ്റെ അടുത്തു കൂടെ നടന്ന് ആ പോണ വഴിക്കാണ് ശ്രീപരമേശ്വരനെ കണ്ട് മാർഗമധ്യത്തിൽ മഹാദേവനെ കണ്ട് ഭഗവാൻ മഹാദേവൻ ഗുരുനാഥനായി മാറിയിട്ട് ഇവർക്ക് ജപിക്കാൻ വേണ്ട മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു. ഇന്ദ്രിയങ്ങളെ ഒതുക്കിക്കൊണ്ട് ഈ 10 കുട്ടികളും ഭഗവാനെ ധ്യാനിക്കലും ഈ മന്ത്രം ജപിക്കുകയും ചെയ്തു. അങ്ങനെ 10,000 ദിവ്യ സംവത്സരമാണ് ഈ പ്രദേശങ്ങള് തപസ് ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മഹാദേവന്റെ ഉപദേശപ്രകാരം അവരെ 10,000 ദിവ്യ സംവത്സരം തപസ് ചെയ്തു എന്ന് ഇവിടെ മൈത്രേയ മഹർഷി പറഞ്ഞപ്പോൾ പിതൃൻ പറഞ്ഞു, അങ്ങനെ ഓടിപ്പോകരുത്, ഇങ്ങനെ ഓടിപ്പോയാൽ പറ്റില്ല. അതും എവിടെ വെച്ചാണ് തപസ് ആരംഭിച്ചത്, എവിടെയാണ് ആ മഹാദേവനെ കണ്ടത്, ആ കാര്യം മുഴുവൻ വിസ്തരിച്ച് വർണ്ണിക്കണമെന്ന് പറയുമ്പം ആ വർണ്ണിക്കുന്ന ഭാഗം നമുക്ക് കാപ്പി കഴിഞ്ഞിട്ട് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നേരത്തെ ഇരുന്നപ്പോൾ സൂചിപ്പിച്ച വാചകം തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ. ഗുരുവായൂരപ്പൻ്റെ തത്വം ഞാനൊക്കെ പറയാൻ തുടങ്ങിയാൽ 2 മണിക്കൂർ കൊണ്ട് ഭാഗവതം മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഗുരുവായൂരപ്പൻ്റെ കഥയാ പറയണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം പറഞ്ഞാലും തീരില്ല. അനുഭവത്തിനാ പറയുന്നത് 643 ദിവസം ഭാഗവതം പറഞ്ഞിട്ടും കഥ അവസാനിക്കില്ലാണ്ടായത്, അവസാനിപ്പിക്കേണ്ടായത് 643 ദിവസം. 700 ചില്ലാനും ദിവസമായിട്ട് 2 കൊല്ലായി. പക്ഷേ വേറൊരു ജാമ്യം എടുത്തിട്ടുണ്ട്. കഥ പറയല്ലേ എവിടെയാ നിൽക്കണേച്ചാൽ അതുവരെ പറഞ്ഞാൽ മതി, സമയം നോക്കണ്ട. അങ്ങയുടെ ആരോഗ്യസ്ഥിതിക്കും പറ്റുന്ന പോലെയും ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞ് നിർത്താം. പാരായണം പറ്റുകയാണെങ്കിൽ മുഴുവൻ വായിക്കാം എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തെക്കേമഠം സ്വാമിയാർ വിളിച്ചപ്പോഴും ആചാര്യനോട് പുല്ലൂർമണ്ണോട് പറഞ്ഞോളൂ, ധൃതി പിടിക്കാതെ ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞോളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശവും കൂടി ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ എപ്പം അവിടെ കയറിയിരിക്കുന്നത്. ഒന്ന്, ആ പേരെനിക്ക് ഓർമ്മയില്ല, ആചാര്യം പറഞ്ഞിട്ടുള്ള ആ രാജാവ് രാജ്യഭരണം ഉപേക്ഷിച്ചു എന്നുള്ളതില് ഭാഗവതം പറഞ്ഞത് വിസസർജഹ എന്നാ പറഞ്ഞത്. ഭരിക്കാൻ കിട്ടിയിട്ടുള്ള അവസരത്തിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു വിതുരമഹാശയ എന്ന് പറയുക ചെയ്യുന്നത്.
ആ കൊച്ചു ഭാരതത്തിൽ, കേരളത്തിലാണ് ഇന്നിതാ ഈ നടക്കുന്ന ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നറിയാം. ഒരു കാര്യം അതിൻ്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അത് ഉപേക്ഷിക്കാനുള്ള കാരണം ജനങ്ങളിൽ നിന്ന് നികുതി ഭരിക്കുമ്പോൾ എങ്ങനത്തെ പണമാണ് അവർ കൊടുന്നു തരിക എന്ന് അറിയാത്തത് കൊണ്ട് ആ പണത്തിന്റെ ദോഷം ഇത് വാങ്ങുന്ന രാജാവിന് കൂടി ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം രാജ്യഭരണം ഉപേക്ഷിച്ചത് എന്നുള്ളൊരു വാചകം ഈ രാജ്യദ്രോഹ വ്യവസായ ശൃംഖലയിലൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ ഈ ഭാഗവതം കേൾക്കുന്ന പുണ്യാത്മാക്കളുടെ അടക്കം അറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കാണിത്. നികുതി പണം എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും വിരോധമില്ല, കാരണം ഇറങ്ങി കുളിച്ചു കയറാം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഇപ്പം അത് പറയേണ്ടി വന്നത്. നമ്പിനാരായണൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കള്ളക്കേസ് കുടുക്കിയിട്ട് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുത്തത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതിപ്പണാണെന്ന് അർത്ഥം. ആലോചിച്ച് നോക്കണം ഒരു കഥ. അറിഞ്ഞുകൊണ്ട് പഠിക്കുന്ന പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞത്. എന്തായാലും ഞാൻ ആർക്ക് രസിച്ചാലും ഇല്ലെങ്കിലും പറയാം, ഈ രാജ്യത്തെ ഒരു ഭരണാധികാരി ഒരു പാപവും ചെയ്യാത്തതായ ഒരു പുണ്യാത്മാവിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് അനവധി കാലം ജയിലിലിട്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം കോടതി പറയണു അയാളല്ല കുറ്റക്കാരൻ. അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ ഭരണാധികാരികളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അവരുടെ വീട്ടിൽ നിന്നോ എടുക്കാതെ കണ്ട് ഞാനും ആചാര്യനും നിങ്ങളും അടക്കമുള്ള ആളുകളുടെ നികുതിപ്പണം എടുത്തിട്ട് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആ നഷ്ടപരിഹാരം കൊടുത്ത പണം എടുത്തിട്ടുള്ള ആളുകളെയൊക്കെ ഗുരുവായൂരപ്പൻ വെറുതെ വിടുന്നോട്ട് തോന്നണുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കാണുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ നഷ്ടപരിഹാരം കൊടുക്കാനെടുത്ത പണം അത് ആരെടുത്താലും ഏത് ഭരണാധികാരി ആയാലും വേണ്ടില്ല, എന്തായാലും അവരെയൊക്കെ ഗുരുവായൂരപ്പൻ വെറുതെ വിടുന്നോട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് സത്യം സത്യം എന്ന് ഭാഗവതത്തിനെ പറ്റി അനവധി പ്രാവശ്യം സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയൊരു പരദ്രോഹം പറയാൻ സാധിച്ചു എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരത്തിനെ പറ്റി മറ്റൊരാളുടെ ഒരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അഭിപ്രായമല്ല, അദ്ദേഹം എന്ന് ഉച്ചപൂജ തോതിലുള്ളൊരു കഥ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതും നമുക്കൊന്ന് കേൾക്കാം. ഈ പരദ്രോഹം മാത്രം പറയുമ്പോൾ ചിലത് നല്ലതും കേൾക്കണ്ടേ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ നാരായണ നാരായണ നാരായണ. ഇന്ന് ശരിക്കിങ്ങനെ വിരല് വലിച്ചിങ്ങനെ കുടിക്കുന്ന നല്ല ഭംഗിയുള്ള കൃഷ്ണനാണെന്ന് ഇന്ന് ഞാനും ഉച്ചപൂജ തൊഴാൻ പറ്റിയ ദിവസമാണ്. എന്തായാലും വളരെ നന്നായിട്ടു. പിന്നെ ഗുരുവായൂരപ്പനെ എങ്ങനെ ചാർത്തിയാലും പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ ചാർത്തിയാലും ഭംഗിയാണ്, എന്ത് ചെയ്താലും ഭംഗിയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ. അവിടെ തൊഴുത് പോന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശുഭായി, അത്രയും സന്തോഷമായി. എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്തുദ്ദേശിച്ചിറങ്ങിയാലും എല്ലാം നടക്കുന്ന അത്രയും സുഖമായിട്ടുള്ളൊരു ദിവസമായി ആ ദിവസം. ഒരു ദിവസം തൊഴുതിട്ടില്ലേ അന്നിങ്ങനെ തോന്നുമ്പോൾ സ്ഥിരമായിട്ട് തൊഴുന്ന ആളാണ്, അന്ന് പോയില്ല, പോകാൻ പറ്റിയില്ല, ആ ഒരു വിഷമം. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഭഗവാനെ കണ്ടാലുള്ളൊരു സുഖം ഉണ്ടല്ലോ, ആ പരമാനന്ദം. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടൂര് പറയാറുണ്ട്, ഭക്ത കവിയായുള്ള ഭാഗവതോത്തമനായുള്ള ഓട്ടൂരുണ്ട് നമ്പൂരിപ്പാട് എഴുതിയിട്ടുണ്ട്, ഗുരുവായൂരമ്പലത്തിൻ്റെ ഉള്ളിലുള്ള സർവ്വത്തിനും തൊഴുണു ഞാനെന്നാണ്. എന്തൊക്കെയാണുള്ളത് വെച്ചാൽ അതിനൊക്കെ ഗുരുവായൂരപ്പൻ്റെ അംശമൊക്കെ ഗുരുവായൂരപ്പനാണെന്നാണ് അദ്ദേഹം പറയുക. ഗുരുവായൂരമ്പലത്തിനുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഗുരുവായൂരപ്പനാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ്, ഗുരുവായൂരപ്പൻ ലയിച്ചിട്ടുള്ള വസ്തുക്കളാണെന്നാണ്. അത്ര ഏമായിട്ടാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തിൻ്റെ ആ കവിതയാണ് ഇങ്ങനെ ചിലപ്പോൾ ഓർമ്മ വരിക. ആ ശ്ലോകമൊന്നും ഞാൻ ചൊല്ലാം. ആനക്കൊട്ടിലിനും നെടും കൊടിമരത്തിനും ബലിക്കല്ലിനും സാക്ഷാൽ കോവിലകത്തിനും മതിലകത്തിനും തടാകത്തിനും ചെണ്ടയ്ക്കും ശുഭമദ്ദളത്തിനുമിടയ്ക്കും മഹാശംഖിനും ശ്രീമദ്വായുപുരത്തിലുള്ള സകലത്തിനും നമിക്കുന്നു ഞാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്നും ഭഗവാനെ തൊഴാനും ഭഗവാനെ കാണാനുമുള്ള ഭാഗ്യം ഉണ്ടാവണേ. അവിടുത്തെ തൃപ്പാദത്തിൽ ലയിക്കാനുള്ള യോഗം ഉണ്ടാവണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. ഹരേ. എന്നും അതിന് സാധിക്കണേ ഗുരുവായൂരപ്പ. ഞാൻ വീണ്ടും അപേക്ഷിക്കാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദ
ഹരേ, നമ്മുടെ വേദിയിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു പ്രത്യേക കാരണം കൂടി പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഭാഗവതം കഥ വളരെ പതുക്കെ പോവുള്ളൂ എന്നുള്ളതുകൊണ്ടുള്ള 2 മിനിറ്റ് അതിൻ്റെ ഇടയിൽ മോഷ്ടിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. കാരണം ഗുരുവായൂരപ്പന്റെ കഥ തന്നെയാണ് ഇപ്പം ഈ പറയുന്നതൊക്കെ. നേരത്തെ പറഞ്ഞ രാജ്യദ്രോഹമാണ്, അതറിയാം. 643 ദിവസത്തെ ഭാഗവതചര്യ ഒരു മുടക്കവും കൂടാതെ കണ്ട് അനവധി ആളത് മുടക്കാൻ വേണ്ടി കച്ചകെട്ടി നടന്നു ഗുരുവായൂർ മുഴുവൻ. പക്ഷേ നടത്തുന്നത് ഗുരുവായൂരപ്പനായതുകൊണ്ട് യാതൊരു തടസ്സവും ഇല്ലാതെ കണ്ട് ഒരു ദിവസം ആചാര്യൻ വേദിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന തട്ടിപ്പടക്കം അനുഭവിച്ചിട്ടും ആ ഭാഗവത സഭയ്ക്ക് വേങ്ങേരിയുടെ മഹാത്മ്യം അത് മുടങ്ങാതെ കൊണ്ട് നടന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് പറഞ്ഞത്. ആ വേദിയുടെ ഒരു ദിവസത്തെ വിശ്രമവേളയിൽ, അതായത് ഉച്ചയ്ക്കുള്ള കുറച്ച് സമയത്തിൻ്റെ ഇടയിൽ ഒരു അക്ഷര ശ്ലോകം എന്നതായ ഒരു ഭംഗിയായ എന്ന് തന്നെ പറയട്ടെ, ഭക്തിയുള്ളതായ ഒരു അവസ്ഥ അവിടെ അവതരിപ്പിക്കാൻ പറ്റി. ആ അക്ഷരശ്ലോക വേദിയിൽ കുറച്ച് ശ്ലോകങ്ങളെല്ലാം ചൊല്ലി നമ്മളെ അനുഗ്രഹിച്ച കൊടക്കാട് ഗോവിന്ദൻ നമ്പൂരി എന്ന് പറയുന്ന ആ പുണ്യാത്മാവാണ് ഇന്നിപ്പോ ഈ 2ാമത് ഇപ്പോൾ അവതരിപ്പിച്ചതായ ഗുരുവായൂരപ്പനെ ഓട്ടൂരിന്റെ കവിതയോടുകൂടി നമ്മെ അനുഗ്രഹിച്ചത്. ആ പുണ്യാത്മാവിനെ നമുക്ക് നമസ്കരിക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞാൽ ആ അജാമള മോക്ഷത്തിന്റെ ബാക്കി 2 അധ്യായം കൂടിയും വായിക്കാം. മഹാദേവൻ നമ്മുടെ ഭാഗവത വേദിയിൽ നമ്മെ ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സുഹൃത പുണ്യ സുദിനത്തില് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ. ശ്ലോകങ്ങളെ അല്ല, അതെ 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 അതാണ്. അതെ.